ഹലോ, നമസ്കാരം. അപ്പോൾ ഫിമാറ്റിക് ലെക്ചേഴ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യുന്നത് S.C.E.R.T, അതായത് കേരള സ്റ്റേറ്റ് ബോർഡിന്റെ 10ാം ക്ലാസ് മാത്തമാറ്റിക്സ് ചാപ്റ്റർ നമ്പർ 1 Arithmetic sequences. Okay, so I am doing arithmetic sequences. Okay, അപ്പം ഇന്ന് ഈ വീഡിയോയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത്, എന്തൊക്കെയാണ് ഇതിന്റെ പ്രിവ്യൂ ടോപ്പിക്സ്, വാട്ട് യു മീൻ ബൈ സീക്വൻസ്, അല്ലെങ്കിൽ പാറ്റേൺ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ഒരു ഐഡിയ നമുക്ക് കിട്ടും. ദെൻ ഓരോ പാറ്റേണിന്റെയും ജനറൽ ടേം നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ സാധിക്കും, ഓൾജിബ്രിക് എക്സ്പ്രഷൻ വെച്ച് നമുക്ക് എങ്ങനെ ജനറൽ ടേം കണ്ടുപിടിക്കാൻ പറ്റും എന്ന് നമ്മൾ നോക്കും. ദെൻ അപ്പാർട്ട് ഫ്രം ദാറ്റ് നമ്മൾ സ്പെസിഫിക്കലി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അതിൻ്റെ അകത്തെ പല സീക്വൻസുകളുണ്ട് മാത്തമാറ്റിക്സിൽ. ഈ ലോകത്തില് നമുക്ക് എവിടെ എങ്ങോട്ട് തിരിഞ്ഞാലും എല്ലാത്തിലും മാത്തമാറ്റിക്സ് ഒളിഞ്ഞിരിപ്പണം. അതില് ഒത്തിരി സീക്വൻസുകളുണ്ട്. അപ്പൊ അതിൻ്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന സീക്വൻസ് അരിതമെറ്റിക് സീക്വൻസ് ആണ്. അപ്പൊ അരിതമെറ്റിക് സീക്വൻസ് എങ്ങനെ എഴുതാം, എങ്ങനെയാണ് അതിന്റെ ജനറൽ ടേം ഡെവലപ്പ് ചെയ്യുന്നത്, അതുപോലെ അതിന്റെ സമ്മ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കവർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് പഠിക്കാം അല്ലേ? ശരി, അപ്പോ നമുക്ക് സീക്വൻസിനെ കുറിച്ച് ഒരു ഐഡിയ എടുത്താലും നമുക്ക് വാട്ട് യു മീൻ ബൈ സീക്വൻസ്. സീക്വൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സീക്വൻസിനെ കുറിച്ച് പറയാനാണെങ്കിൽ it is very simple. As the definition says, the set of numbers written according to a particular rule. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ അണ്ടർലൈൻ ചെയ്യേണ്ട ഇമ്പോർട്ടൻറ്റ് ഡെഫിനിഷൻ ഒന്നും മാത്സിൽ വരില്ല നിങ്ങൾക്ക്. പക്ഷെ നിങ്ങൾക്ക് ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്ന രണ്ട് ടേമുകൾ നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കണം. ഒന്നാണ് സെറ്റ് ഓഫ് നമ്പേഴ്സ്, ആൻഡ് ഹൗ വി ആർ ഗെറ്റിംഗ് ദി സെറ്റ് ഓഫ് നമ്പേഴ്സ് അക്കോർഡിംഗ് ടു എ പർട്ടിക്കുലർ റൂൾ. അപ്പൊ എന്താ സീക്വൻസ് എന്ന് പറഞ്ഞാല് വി ആർ റൈറ്റിംഗ് സെറ്റ് ഓഫ് നമ്പേഴ്സ് അക്കോർഡിംഗ് ടു എ പർട്ടിക്കുലർ റൂൾ. ഓക്കെ, അല്ലെങ്കിൽ ഒരു പാറ്റേൺ അനുസരിച്ച് നമ്മൾ നമ്പർ എഴുതുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് എന്താ പറയാ, സീക്വൻസ്. ആ പാറ്റേണിനെ പറയുന്ന അങ്ങനെയുള്ള സെറ്റ് ഓഫ് നമ്പേഴ്സിനെ പറയുന്ന പേരാണ് സീക്വൻസ് എന്ന് പറയും. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 1 2 3 4 5 6 7 എക്സെട്ര. ഇതൊരു പാറ്റേണാ. എന്താ പാറ്റേൺ? ഇതിൻ്റെ അകത്തെ റൂൾ എന്താ? ഓരോരോ എലിമെന്റുകളിലും നമ്മൾ 1 ആഡ് ചെയ്ത് പോലെ. അപ്പോൾ ഇതിനെയാണ് റൂൾ എന്ന് പറയാം. ക്ലിയർ? ഓരോരോ നമ്പറുകളിലും 1 + 1 = 2, 2 + 1 = 3, 3 + 1 = 4 അല്ലെ? അതാണ് അവിടുത്തെ പർട്ടിക്കുലർ റൂൾ. ഓക്കെ, അപ്പൊ ഇതിനെയാണ് നമ്മൾ സീക്വൻസ് എന്ന് പറയാം. എക്സാമ്പിൾ നമുക്കിപ്പോ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കിയാലോ, അപ്പൊ നമുക്കൊരു ഐഡിയ കിട്ടും അല്ലെ? ശരി, സോ ഇൻ ദിസ് എക്സാമ്പിൾ we can see 4 different squares having different length അല്ലെ? ഏതൊക്കെയാ ഡിഫറെന്റ് ലെങ്ത്? 1 centimeter, 1.5 centimeter, 2 centimeter, 2.5 centimeter. ഇതൊക്കെയാണ് അതിന്റെ സൈഡ് ലെങ്ത്. അപ്പൊ ഇതൊരു സീക്വൻസ് ഫോം ചെയ്യുന്നുണ്ടോ? നമുക്ക് ഇതിന്റെ ലെങ്തുകളെല്ലാം എഴുതി നോക്കിയാലോ. ആദ്യത്തെ ലെങ്ത് എത്രയാണ്? 1 centimeter. രണ്ടാമത്തെ ലെങ്ത് എത്രയാണ്? 1.5 മീൻസ് ദാറ്റ് ഈസ് 1.5 centimeter അല്ലെ? ഇനി മൂന്നാമത്തെ ലെങ്ത് എത്രയാ? ദാറ്റ് ഈസ് 2 centimeter. നാലാമത്തെ ലെങ്ത് എത്രയാ? 2.5 centimeter. അപ്പൊ ഇതൊരു പാറ്റേൺ ഫോം ചെയ്യുന്നില്ലേ? എന്താണ്? 1 + 0.5. അപ്പൊ ഓരോരോ ലെങ്തും ഓരോരോ സ്ക്വയറിലും എന്ത് ചെയ്യുക? 0.5 centimeter എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ആഡ് ചെയ്ത് പോവുക. അപ്പൊ നമുക്ക് ഇതിനെ എന്ത് പറയാം? ഇതൊരു സീക്വൻസ് ആണെന്ന് പറയാം. ഇതിന്റെ ലെങ്ത്, സൈഡ് ലെങ്ത് സീക്വൻസ് ആയിട്ടാണ് ഇൻക്രീസ് ചെയ്തതെന്ന് പറയാം അല്ലെ? ഇനി ഇതിന്റെ പെരിമീറ്റർ നമുക്ക് നോക്കിയാലോ. വാട്ട് ഈസ് ദി പെരിമീറ്റർ? ദി ടോട്ടൽ സർക്കംഫറൻഷ്യൽ ലെങ്ത്. അപ്പൊ ഇത് 1 centimeter ആണെങ്കിൽ ഇതും 1 centimeter ആയിരിക്കും അല്ലെ? ഇത് എന്തായിരിക്കും? 1 centimeter. This is also 1 centimeter. Clear? And if this is 1.5, this is also 1.5. This is also 1.5. This is also 1.5. അപ്പൊ എങ്ങനെയാ പെരിമീറ്റർ കാണാം? ആദ്യത്തെ പെരിമീറ്റർ എത്ര ആയിരിക്കും? 1 + 1 + 1 + 1. അപ്പൊ എത്ര വരും? 4 centimeter.
രണ്ടാമത്തെ ലെങ്ത് എത്ര വരും? ഐ മീൻ രണ്ടാമത്തെ പെരിമീറ്റർ 1.5 പ്ലസ് 1.5 പ്ലസ് 1.5 പ്ലസ് 1.5 എത്ര വരും? 6 സെന്റിമീറ്റർ. മൂന്നാമത്തെയോ 2 പ്ലസ് 2 പ്ലസ് 2 പ്ലസ് 2 പ്ലസ് 2 അല്ലെ, എത്ര വരും? 8 സെന്റിമീറ്റർ. നാലാമത്തെയോ ദാറ്റ് ഈസ് 10 സെന്റിമീറ്റർ. നിങ്ങൾ നോക്കുക. അപ്പം നാലാമത്തെ പെരിമീറ്റർ 10 സെന്റിമീറ്റർ. അപ്പൊ എങ്ങനെയാ പെരിമീറ്റർ പോകുന്ന പാറ്റേൺ? എങ്ങനെയാ? ആദ്യത്തെ പെരിമീറ്ററിനേക്കാളും 2 പെരിമീറ്റർ 2 യൂണിറ്റ്സ് അല്ലെങ്കിൽ 2 സെന്റിമീറ്റർ കൂടുതലാണ് രണ്ടാമത്തെ പെരിമീറ്റർ. മൂന്നാമത്തെ പെരിമീറ്റർ അഗെയിൻ 2 സെന്റിമീറ്റർ രണ്ടാമത്തെ പെരിമീറ്ററിനേക്കാളും കൂടുതലാണ്. അപ്പൊ അതൊരു പാറ്റേൺ ഫോളോ ചെയ്യുന്നില്ലേ? അപ്പോൾ ഇതിനാണ് നമുക്ക് എന്ത് പറയാ? സീക്വൻസ്. ഇതിനെ നമുക്ക് എന്തായിട്ട് എഴുതാം? സീക്വൻസ് ആയിട്ട് എഴുതാം. ഐഡിയ കിട്ടിയോ? ഇതിനെയാണ് നമ്മൾ സീക്വൻസ് എന്ന് പറയാം. ക്ലിയർ? അത് ശരി. ഇനി നമുക്ക് 2-3 എക്സാമ്പിൾസ് ഒന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ഒരു ഐഡിയ കിട്ടും. ഞാൻ ഇതിൻ്റെ അത് ഒരു ക്വസ്റ്റ്യൻ ഇതാണ്. ഓക്കെ, സോ ലുക്ക് അറ്റ് ദീസ് ട്രയാങ്കിൾസ് മെയ്ഡ് വിത്ത് ഡോട്ട്സ്. ഹൗ മെനി ഡോട്ട്സ് ആർ ദെയർ ഇൻ ഈച്ച്? ഓക്കെ, അതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഇതിൻ്റെ അകത്ത് എത്ര ഡോട്ടുകൾ വീതം ഉണ്ടെന്നാണ് ചോദ്യം. ഈ 3 ട്രയാങ്കിളുകളിൽ ഒന്നാമത്തെ ട്രയാങ്കിളിൽ എത്ര ഡോട്ട് ഉണ്ട്? 3 ഡോട്ട് ഉണ്ട്. രണ്ടാമത്തെ ട്രയാങ്കിളിൽ എത്ര ഡോട്ട് ഉണ്ട്? കൗണ്ട് ചെയ്യുക. അതില് 7 ഡോട്ട് ആണ്. അതോ 7 ആണോ 6 ആണോ? 3 3 plus 3 plus 1, right? 3 plus 2 plus 1, that is 6 dots. And in this case എത്ര വരും? 1 2 3 4 5 6 7 8 9 10. So there here it is 10 dots. So what is the idea? എന്താണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലായത്? ഈ after observing these 3 triangles, okay, so what we can understand from this, and what is the general pattern? So in the second triangle 3 more dots are there. More dots, right? 3 plus 3 is 6. ഇനി ഇതിൻ്റെ അകത്ത് എത്ര വരും? എത്ര ഉണ്ട് കൂടുതൽ? That is 4, right? ഇതിൽ എത്ര ഉണ്ട്? 3 ഉണ്ട്. അപ്പം the difference. അപ്പൊ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ഓരോരോ ടേമും ഓരോരോ ട്രയാങ്കിൾ അനുസരിച്ച് എന്ത് ചെയ്യും? In the next triangle, how many more dots will be there? I hope you got the idea, right? അപ്പൊ ഇതിന് എത്ര എണ്ണങ്ങളുണ്ട്? അടുത്തതിൽ എത്ര എണ്ണം കൂടും? ഇവിടെ 4 എണ്ണം ആയിരുന്നു ഡിഫറൻസ്. ഇതിൽ എത്ര വരും? 5 ആയിരിക്കും ഡിഫറൻസ്. ഐ ഹോപ്പ് യു ഗോട്ട് ഇറ്റ്. നമുക്ക് അടുത്ത പേജിലേക്ക് നമുക്ക് അതിന്റെ എക്സ്പ്ലനേഷൻ എഴുതാം. അപ്പം നമുക്ക് 3 ട്രയാങ്കിളുടെ കൂടെ ഡോട്ട്സ് എത്ര ഉണ്ടെന്ന് എഴുതണമെന്ന് ഒരു ചോദ്യം. അതിന്റെ ബാക്കി ചോദ്യം വായിച്ചായിരുന്നോ? ഇത് കണ്ടോ? ഇവിടെ നോക്കിക്കേ. കമ്പ്യൂട്ട് the number of dots needed to make the next 3 triangles. Okay. അപ്പോൾ നമുക്ക് ആ നെക്സ്റ്റ് 3 ട്രയാങ്കിൾസ് നമുക്ക് എങ്ങനെ എഴുതാം? അപ്പം ഇനി അടുത്ത് വരുന്നത് എത്രയാണ്? 4th ട്രയാങ്കിൾ അല്ലേ? ഇനി എത്ര വരും? 5th ട്രയാങ്കിൾ വരും. പിന്നെ എന്ത് വരണം? 6th ട്രയാങ്കിൾ അല്ലേ? 6th ട്രയാങ്കിൾ. ഓക്കെ, 4th ട്രയാങ്കിൾ എത്ര വരും? 4 ട്രയാങ്കിൾ ആയിരുന്നു 4 ഡോട്ട്സ് ആയിരുന്നു കൂടുതൽ ഉണ്ടായിരുന്നത് പ്രീവിയസിനേക്കാൾ അല്ലേ? അപ്പൊ ഇതിൽ എത്ര വരും? 5 കൂടെ വരും. അപ്പം 10 പ്ലസ് 5. അപ്പൊ എത്രയാ വരുന്നത്? ഇവിടെ ടോട്ടൽ എത്രയാ വരിക? 15 ഉണ്ട് അല്ലേ? 15 dots are there in 4th triangle. Then how many more will be there? So 15 plus 6. അപ്പൊ എത്രയാ വരുന്നത്? That's going to be 21. ഇനി 6th triangle എത്ര വരും? 6th triangle ഇപ്പോ എത്രയുണ്ട്? 5th triangle എത്രയുണ്ട്? 21. ഇനി ഇവിടെ എത്രയായിരുന്നു കൂടിയത്? 6. പിന്നെ ഒന്നുകൊണ്ട് കൂടും. That is 7. അപ്പൊ എത്ര വരുന്നത്? 21 plus 7 എത്ര വരുന്നുണ്ട്? 28. അപ്പം 4th triangle 15 number of dots, and 5th triangle 21 number of dots, and 6th triangle 28 number of dots. I hope you got it. അപ്പോൾ നിങ്ങൾ ആ പ്രീവിയസ് എക്സാമ്പിൾ എടുത്ത് നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ. ഇനി മനസ്സിലായില്ലെങ്കിൽ ഈ വീഡിയോ പോസ് ചെയ്തിട്ട് ബാക്കിലെ ക്വസ്റ്റ്യൻ ഒന്ന് എടുത്ത് നോക്കുക. ഓക്കെ, അപ്പോൾ അതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ ഐഡിയ. മനസ്സിലായോ? ശരി. ഇനി ഈ ക്വസ്റ്റ്യൻ എങ്ങനെ അറ്റൻഡ് ചെയ്യും? സീക്വൻസ് വെച്ച് എങ്ങനെ ഈ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാം? എ ടാങ്ക് കണ്ടെയ്ൻസ് 1000 liters of water. മൊത്തം എത്രയുണ്ട്? 1000 ലിറ്റർ വെള്ളം ഒരു ടാങ്കിലുണ്ട്. And it flows out at the rate of 5 liters per second. അപ്പം ഈ ടാങ്കിൽ നിന്ന് വെള്ളം ഇങ്ങനെ പുറത്തേക്ക് വരിക. So the water is flowing outside.
Okay, maybe using a tap. We are taking out this water from this tank. Okay, അപ്പോൾ ഒരു സെക്കൻഡിൽ എത്ര വരുന്നുണ്ട്? അപ്പോൾ ഫസ്റ്റ് സെക്കൻഡിൽ എത്ര ലിറ്റർ വെള്ളത്തിന് പുറത്തേക്ക് വരും? ഫസ്റ്റ് സെക്കൻഡിൽ എത്ര വരും? 5 ലിറ്റർ വരും പെർ സെക്കൻഡ് അല്ലേ? അതാണ് അവിടുത്തെ പോയിന്റ്. നമുക്ക് ഇങ്ങനെ എഴുതാം. How much water is there in the tank after each second? Write their number as sequence. അല്ലേ? അപ്പൊ നമുക്ക് ഇനി വെള്ളം എത്ര ഉണ്ടെന്ന് എഴുതണ്ടേ? അപ്പം വാട്ടർ എത്ര ഉണ്ടായിരുന്നു? 1000 ലിറ്റർ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഒരു സെക്കൻഡ് കഴിഞ്ഞപ്പോഴേക്കും ഇതിൽ നിന്ന് എത്ര ലിറ്റർ വെള്ളം പുറത്തേക്ക് പോയി? 5 ലിറ്റർ വെള്ളം പോയി. അപ്പൊ ആഫ്റ്റർ 1 second, how many liters of water is remaining? 995 liter water is there in the tank. Correct? ഇനി ഒരു സെക്കൻഡ് കൂടെ കഴിയും. Okay, again after 1 more seconds. അപ്പൊ എത്ര വരുന്നു? 990 ലിറ്റർ. എന്താ അതിന്റെ കാരണം? ഒരു സെക്കൻഡ് കൂടെ കഴിഞ്ഞപ്പോഴേക്ക് 5 ലിറ്റർ കൂടെ പോയി. അപ്പൊ 995 5 കൂടെ പോയി. അപ്പൊ എത്ര വന്നു? 990 ലിറ്റർ ഉണ്ട്. ഇനി വീണ്ടും പോയാലോ? ആഫ്റ്റർ അഗെയിൻ 1 സെക്കൻഡ് എത്ര കാണും? പറഞ്ഞു, എനിക്ക് കേൾക്കാം. 5 കൂടെ പോകും അല്ലേ? എത്ര വരും? 985. 990 മൈനസ് 5 അല്ലേ? അപ്പൊ എന്ത് വരും? 985 ലിറ്റർ. അപ്പൊ നമുക്ക് ഇതിനെ സീക്വൻസ് ആയിട്ട് എഴുതണമെങ്കിൽ എങ്ങനെ എഴുതാം? സീക്വൻസ് ആയിട്ട് എഴുതുവാണെങ്കിൽ ഞാൻ വേറൊരു കളർ ഉപയോഗിക്കാം. അപ്പം എങ്ങനെ എഴുതാം? നമുക്ക് ആദ്യം 1000 ഉണ്ടായിരുന്നു, 5 ലിറ്റർ പോയി. അപ്പൊ എത്ര വന്നു? 995. ഇനി എത്ര വരും? 990. ഇനി എത്ര വരും? 985. എത്ര വരും? 9. അപ്പൊ ഇത് ഇങ്ങനെ പൊക്കൊണ്ടിരിക്കും. അപ്പൊ ഇതാണ് ഇതിന്റെ സീക്വൻസ്. മനസ്സിലായല്ലോ? ഇതാണ് ഇതിന്റെ സീക്വൻസ്. അപ്പൊ അതിന്റെ ഉത്തരവായല്ലോ? ഓക്കെ, ശരി. അപ്പം ഇനി നമുക്ക് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാല്, ഇതിങ്ങനെ എഴുതി നമ്മൾ ഇങ്ങനെ എഴുതും, സീക്വൻസുകളെല്ലാം എഴുതുമ്പോൾ വളരെ ടൈം കൺസ്യൂമിങ് ആണ്. അപ്പൊ നമുക്ക് ഇതിന് ഒരു ജനറൽ എക്സ്പ്രഷൻ ഡെവലപ്പ് ചെയ്യണം. ഓക്കെ, ജനറൽ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ എടുത്തേ, അതിൻ്റെ അത് ഓരോരോ സെക്കൻഡ് കഴിയുമ്പോൾ ടാങ്കിലുള്ള വെള്ളം എത്രയാണെന്ന് നമ്മൾ നോക്കിയത് അല്ലേ? അതിങ്ങനെ എഴുതി പോകണം. സപ്പോസ് നമുക്ക് കണ്ടുപിടിക്കണം എത്രയാ? 100 സെക്കൻഡ് കഴിയുമ്പോൾ ഉള്ള വെള്ളം എത്രയാണെന്ന് അറിയണം. അപ്പൊ നമുക്ക് ബുദ്ധിമുട്ടല്ലേ? 100 തവണ എഴുതണ്ടേ? 100 തവണ ഇങ്ങനെ ഓരോ 100 സെക്കൻഡ് ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കണ്ടേ? 1-ാമത്തെ സെക്കൻഡ് കഴിയുമ്പോൾ എത്ര? 2-ാമത്തെ സെക്കൻഡ് കഴിയുമ്പോൾ എത്ര? 3-ാമത്തെ സെക്കൻഡ് കഴിയുമ്പോൾ എത്ര? 4 കഴിയുമ്പോൾ എത്ര? 5 കഴിയുമ്പോൾ എത്ര? ഇങ്ങനെ നമ്മൾ എഴുതി നോക്കണ്ടേ? അപ്പൊ ടൈം കൺസ്യൂമിങ് അല്ലേ അത്? അപ്പൊ അതുകൊണ്ട് നമുക്കൊരു ഇക്വേഷൻ ഡെവലപ്പ് ചെയ്യാൻ പറ്റിയാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിന്റെ ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റും അല്ലെ? ശരി. അപ്പൊ എന്താ ടേംസ് എന്ന് പറഞ്ഞാൽ, നമുക്ക് ആദ്യം ഇതിന്റെ ആ സീക്വൻസ് ഡെവലപ്പ് ചെയ്യുന്നതിന് മുമ്പേ, നമുക്ക് ആ ജനറൽ എക്സ്പ്രഷൻ ഡെവലപ്പ് ചെയ്യുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ഇക്വേഷൻ ഡെവലപ്പ് ചെയ്യുന്നതിന് മുന്നേ നമുക്കൊരു കാര്യം, ഒരു ടാക്സോണമി അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ വൊക്കാബുലറി ഡിഫൈൻ ചെയ്യാം. എന്താ അത്? ടേംസ്. സീക്വൻസില് ടേംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് യു മീൻ ബൈ ടേംസ്? The number forming sequences. The number forming sequences are called terms. ഇപ്പൊ എന്താ സംഭവം? ഞാൻ ഇവിടെ ഒരു എക്സാമ്പിൾ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇതിന് ടേംസ് പറയാവോ? ഇവിടെ ആദ്യത്തെ നമ്പർ എത്രയാ? 4 അല്ലേ? രണ്ടാമത്തെ നമ്പർ എത്രയാ? 8 ആണ്. മൂന്നാമത്തെയോ? 12. നാലാമത്തെയോ? 16. അപ്പം ഈ ഓരോരോ നമ്പറുകളെ പറയുന്ന പേരാണ് ടേംസ്. അപ്പൊ ഇങ്ങനെയുള്ള നമ്പറുകളെല്ലാം കൂടെ കൂടുമ്പോഴാണ് എന്തുണ്ടായി വരുന്നത്? സീക്വൻസ് ഉണ്ടായി വരുന്നത്. ക്ലിയർ ആയോ? അപ്പം സീക്വൻസിലെ ഏറ്റവും വലിയൊരു കമ്പോണന്റ് ആണ്, അല്ലെങ്കിൽ സീക്വൻസിലെ കമ്പോണന്റുകളെ പറയുന്ന പേരാണ് ടേംസ്. ഓക്കെ, അപ്പം ഒന്നാമത്തെ ടേം എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയാ? ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഒന്നാമത്തെ ടേം എന്ന് പറഞ്ഞാൽ എത്രയാ? അത് 4 ആണ്. ദാറ്റ് ഈസ് 4. രണ്ടാമത്തെ ടേം എത്രയാ? ദാറ്റ് ഈസ് 8. മൂന്നാമത്തെ ടേം എത്രയാ? 12.
ഫോർത്ത് ടേം എത്രയാ? 16. മനസ്സിലായോ? അപ്പൊ എനിക്ക് എന്ത് ചെയ്യണം? ഇങ്ങനെ എഴുതി പോയി എനിക്ക് 100th ടേം കണ്ടുപിടിക്കണം. മനസ്സിലായോ? ഐഡിയ കിട്ടിയോ? അപ്പൊ 100th ടേം എത്രയായിരിക്കും? ആദ്യത്തെ ടേം. അപ്പൊ ഇവിടെ നമുക്ക് മനസ്സിലായി ഈച്ച് ടേം ഈസ് 4 times its respective term അല്ലെ? ഓരോരോ ടേമിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? 4 കൊണ്ട് എന്ത് ചെയ്യുക? അപ്പൊ 4ന്റെ മൾട്ടിപ്പിൾ ആണിത്. അപ്പൊ ഫസ്റ്റ് ടേം എത്രയാ? 4 അല്ലെ? സെക്കൻഡ് ടേം എത്രയാ? That is 8. അപ്പോ 4 into first term is 4 അല്ലെ? 4 into second term is 8. അപ്പൊ നമുക്ക് മനസ്സിലായി ഇവിടെ നമുക്കൊരു ഇക്വേഷൻ ഡെവലപ്പ് ചെയ്യാം. അപ്പൊ നമുക്ക് നമ്മൾ എന്ത് ചെയ്യാൻ പോവാ? ശ്രദ്ധിച്ച് കേട്ടോണം കേട്ടോ. അപ്പൊ ഈച്ച് ടേം ഈസ് 4 times its respective term. അപ്പൊ ഇവിടെ nth ടേം എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 4. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണില്ലേ ഈ nth ടേം എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞായിരുന്നു. എത്രയാ? 100th ടേം. അപ്പൊ 100th ടേം എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? ഇവിടെ ഓരോ ടേമിനെയും ഇവിടെ മൾട്ടിപ്ലൈ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നത്? 4 കൊണ്ട്. അപ്പൊ 100th ടേം എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 4 into 100. മനസ്സിലായോ? അപ്പൊ എന്ന് പറഞ്ഞാൽ എത്ര വരും? 400. അപ്പൊ ആ വാല്യൂ എത്രയാ? 100th ടേം അല്ലെങ്കിൽ 100ാമത്തെ വാല്യൂ എത്രയാ? The 100th വാല്യൂ, that is 400. അതിന്റെ കാരണം എന്താ? എന്നോട് ഞാൻ പറയാം. ഒന്നാമത്തെ വാല്യൂ എത്രയാ? 4. രണ്ടാമത്തെ വാല്യൂ എത്രയാ? 8. എന്തുകൊണ്ടാ? രണ്ടാമത്തെ ടേം എന്ന് പറഞ്ഞാൽ 2 അല്ലെ? ഇൻറ്റു 4 എന്ന് പറഞ്ഞാൽ എത്ര വരും? 8. അപ്പൊ നമുക്കൊരു ഇക്വേഷൻ കിട്ടി. എന്താ ഇവിടെ ഇക്വേഷൻ? 4n. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ എളുപ്പമായി. സോ ഇഫ് യു വാണ്ട് ടു ഫൈൻഡ് 1000th ടേം എന്ത് ചെയ്യണം? 4 ഈസ് മൾട്ടിപ്ലൈഡ് വിത്ത് 1000. അപ്പൊ എത്ര വരും? ദാറ്റ് ഈസ് 4000. മനസ്സിലായോ? അപ്പൊ ഇതാണ് ടേമിന്റെ ഡെഫിനിഷൻ. മനസ്സിലായല്ലോ? ശരി. അപ്പൊ നമുക്ക് ആ പ്രീവിയസ് ഞാൻ ആദ്യം എക്സ്പ്ലെയിൻ ചെയ്ത ആ എക്സാമ്പിൾ ഒന്നുകൂടെ ഞാൻ എടുക്കാം. ഓക്കെ. ഇവിടെ 4 സ്ക്വയർ ഉണ്ട്. ഓരോ സ്ക്വയറിന്റെയും സൈഡ് ലെങ്ത്, പെരിമീറ്റർ, അതുപോലെ ഏരിയ, അതുപോലെ ഡയഗണൽ ലെങ്ത്. ഡയഗണൽ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഈ എഡ്ജിൽ നിന്ന് ഓപ്പോസിറ്റ് കോർണേഴ്സിലേക്കുള്ള ദൂരത്തെ പറയുന്ന, ഒരു കോർണറിൽ നിന്ന് മറ്റൊരു കോർണറിലേക്കുള്ള ഓപ്പോസിറ്റ് കോർണറിലേക്കുള്ള ദൂരത്തെ പറയുന്ന പേരാണ് ഡയഗണൽ. ഓക്കെ. അപ്പം ഡയഗണൽ ലെങ്ത് ഒക്കെ തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ ഒരു ഓൾജിബ്രിക് എക്സ്പ്രഷൻ ഡിഫൈൻ ചെയ്യാൻ പറ്റുമെന്ന് നോക്കിയേ. അപ്പൊ ഞാൻ ആദ്യം സൈഡ് എടുക്കാം. അപ്പൊ സൈഡ് എന്താ വന്നേക്കുന്നത്? സൈഡ് എത്രയാ വന്നത്? സൈഡ് ലെങ്ത് എത്രയൊക്കെയായിരുന്നു? L1, L2, L3, L4. എങ്ങനെയാ വരുന്നത്? 1, 1.5, 2, 2.5. ഇങ്ങനെയല്ലായിരുന്നു അതിന്റെ സൈഡ് ലെങ്ത്? ഒന്ന് നോക്കുന്നോ? ആ ഫിഗർ ഒന്നോളം നോക്കാം. സൈഡ് 1, 1.5, 2, 2.5 അല്ലേ? അപ്പൊ ഇങ്ങനെയാണ് അതിന്റെ സൈഡ് ലെങ്ത് ഒക്കെ വന്നത്. ശരി. അപ്പോ ഇതിന്റെ ഒരു ജനറൽ ടേം ഡെവലപ്പ് ചെയ്യണം. അപ്പൊ സേ ഫോർ എക്സാമ്പിൾ ഐ നീഡ് ടു ഫൈൻഡ് ദി ലെങ്ത് ഓഫ് 100th ഷേപ്പ്. ഇവിടെ എത്ര ഷേപ്പ് വന്നിട്ടുണ്ടായിരുന്നു? ഫസ്റ്റ് ഷേപ്പ്, ഫസ്റ്റ് സ്ക്വയർ, സെക്കൻഡ് സ്ക്വയർ, തേർഡ് സ്ക്വയർ, ഫോർത്ത് സ്ക്വയർ. അപ്പൊ ഇവിടെ ഈ ഫിഗറിൽ 4 സ്ക്വയർ ഉണ്ടായിരുന്നു. സപ്പോസ് ഇങ്ങനെ ഒരു പാറ്റേണിലെ ഒരു സ്ക്വയർ ഇങ്ങനെ പോവാണ്. എനിക്ക് 100th സ്ക്വയറിന്റെ ലെങ്ത് കണ്ടുപിടിക്കണമെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ എന്ത് വേണം? എനിക്ക് ഒരു ഇക്വേഷൻ വേണം. അപ്പൊ ഇവിടെ എങ്ങനെയാ എന്റെ ടേം പോകുന്നത്? എങ്ങനെയാ? 1.5 എന്ന് പറഞ്ഞാൽ എത്രയാ? ദാറ്റ് ഈസ് 3/2 അല്ലെ? ഇനി ദിസ് ഈസ് എത്രയാ? 2. ഇത് എത്രയാ വരുന്നത്? ഇത് 2.5 എന്ന് പറഞ്ഞാൽ എത്ര വരും? 5/2. അപ്പൊ ഇതിന് ഒരു ജനറൽ ടൈം കണ്ടുപിടിക്കാൻ പറ്റുന്നത് ഒന്ന് പറയാമോ? നമുക്ക് ഇതിന്റെ ജനറൽ ടൈം എങ്ങനെ കണ്ടുപിടിക്കാം? എങ്ങനെ ജനറൽ ടൈം കണ്ടുപിടിക്കാൻ പറ്റും? ഒരു ഐഡിയ പറയൂ. ജനറൽ ടൈം കണ്ടുപിടിക്കണമെങ്കിൽ എന്താ ചെയ്യാൻ പറ്റുക? 1, 3/2, 2, 5/2. എനിക്ക് ഇതിന്റെ ഒരു ജനറൽ എക്സ്പ്രഷൻ വേണം. സപ്പോസ് nth സ്ക്വയറിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പൊ അതിന് എന്ത് ചെയ്യണം? ഒരു n എന്ന് പറഞ്ഞ ഇക്വേഷനിൽ ഒരു ഇക്വേഷൻ നമ്മൾ ഡെവലപ്പ് ചെയ്യണം അല്ലേ? അപ്പൊ അതിനുവേണ്ടി ശ്രദ്ധിക്കേണ്ട ഒരു വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഞാനിപ്പോ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ. അപ്പോ ഇവിടെ എല്ലാം
ഡിഫറൻസുകൾ എത്രയാണ്? ഇവിടെ എല്ലാം ഡിഫറൻസുകൾ എത്രയാണ്? ഡിഫറൻസുകൾ എത്രയാണ്? ഇവിടെ എല്ലാം ഡിഫറൻസുകൾ എന്ന് പറയാവോ? എത്രയായിരിക്കും ഇവിടുത്തെ ഡിഫറൻസ് എന്ന് പറയാവോ? എത്രയാ ഡിഫറൻസ്? 1ഉം 3/2 തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 0.5. ഇതും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 0.5. ഇതും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 0.5. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ അതിന്റെ nth ടേം എന്ന് പറഞ്ഞാൽ എപ്പോഴും a പ്ലസ് എൻ ബി എന്നുള്ള ഫോമിലായിരിക്കും ഉണ്ടാകും. nth ടേം എന്ന് പറഞ്ഞാൽ a പ്ലസ് എൻ ബി എന്നുള്ള ഫോമിലായിരിക്കും. ശ്രദ്ധിച്ചോ? അപ്പൊ എങ്ങനെയാ nth ടേം എന്ന് പറഞ്ഞാൽ ഏത് ഫോമിലായിരിക്കും ഉണ്ടാകുന്നത്? a പ്ലസ് എൻ ബി എന്ന് പറഞ്ഞ ഫോമിലായിരിക്കും ഉണ്ടാകുക. a പ്ലസ് എൻ ബി എന്ന് പറഞ്ഞ ഫോമിലാണ് ഉണ്ടാകുക. മനസ്സിലായല്ലോ? ശരി, a പ്ലസ് എൻ ബി എന്നുള്ള ഫോമിലാണ് ഉണ്ടാകുക. അപ്പോ ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ഈ ഇക്വേഷൻ നമുക്ക് എല്ലാ കേസിലും നമുക്ക് അപ്ലൈ ചെയ്യാം. ഇപ്പൊ n ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? n ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഷേപ്പ് ആണ്, അല്ലേ? ഫസ്റ്റ് ഷേപ്പ്. അപ്പൊ ഫസ്റ്റ് ഷേപ്പിന്റെ ലെങ്ത് എത്രയാ? ഫസ്റ്റ് ഷേപ്പിന്റെ ലെങ്ത് എത്രയാ? ഫസ്റ്റ് ഷേപ്പിന്റെ ലെങ്ത് എത്രയാ? 1 ആണ്, അല്ലേ? ശരി. അപ്പൊ 1 എന്ന് പറഞ്ഞാൽ എന്തിനോട് ഈക്വൽ ആണ്? a പ്ലസ് എൻ. എന്നിന്റെ സ്ഥാനത്ത് എത്ര കൊടുക്കണം? n എത്രയാണെന്നറിയാം? 1 ആണെന്നറിയാം. അപ്പൊ നമുക്ക് 1 എന്ന് കൊടുക്കാം. a പ്ലസ് 1 ഇൻറ്റു ബി എന്ന് എഴുതാം. അപ്പോൾ നമുക്കൊരു ഇക്വേഷൻ കിട്ടി. എന്താണ് ഇക്വേഷൻ കിട്ടിയത്? 1 ഈസ് ഈക്വൽ ടു a പ്ലസ് ബി എന്നൊരു ഇക്വേഷൻ കിട്ടിയില്ലേ? ഇനി നമുക്ക് n ഈസ് ഈക്വൽ ടു 2 എന്ന് പറഞ്ഞാൽ എന്താണ്? n ഈസ് ഈക്വൽ ടു 2 എന്ന് പറഞ്ഞാൽ എന്താ? സെക്കൻഡ് ഷേപ്പ്. സെക്കൻഡ് ഷേപ്പ് ആണ്, അല്ലേ? അപ്പൊ അതിന്റെ വാല്യൂ എത്രയാ? 3/2. അപ്പൊ 3/2 എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? a പ്ലസ് എയും ബി എന്ന് പറഞ്ഞാൽ രണ്ട് കോൺസ്റ്റന്റുകളാണ് കേട്ടോ. a പ്ലസ് n എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 ഇൻറ്റു ബി. മനസ്സിലായോ? അപ്പൊ രണ്ട് ഇക്വേഷൻ നമുക്ക് ഇവിടെ കിട്ടി. ഏതൊക്കെയാണ് നമുക്ക് കിട്ടിയ ഇക്വേഷൻ ഒന്ന് പറയാമോ? ഏതൊക്കെ ഇക്വേഷൻ നമുക്ക് കിട്ടിയത്? a പ്ലസ് ബി ഈക്വൽ ടു 1. അതുപോലെ a പ്ലസ് 2b എന്ന് പറഞ്ഞാൽ 3/2. 3/2 എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ എഴുതി 1.5. അപ്പൊ ഈ രണ്ട് ഇക്വേഷൻ വെച്ച് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? എയുടെയും ബിയുടെയും വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റൂല്ലേ? എയുടെയും ബിയുടെയും വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റില്ലേ? എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുന്നത്? a പ്ലസ് ബി നമുക്ക് ഇക്വേഷൻ നമുക്ക് എങ്ങനെ രണ്ട് ഇക്വേഷനുകളെ സോൾവ് ചെയ്യുന്നത് എങ്ങനെയാ അറിയാവോ? ശരി, അറിയത്തില്ലെങ്കിൽ a പ്ലസ് ബി 1 ആണെങ്കിൽ ഇത് ഓൾജിബ്രയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എയുടെ വാല്യൂ എത്രയായിരിക്കും? യു ക്യാൻ ബ്രിങ് ബി ടു ദിസ് സൈഡ്. 1 മൈനസ് ബി, അല്ലേ? a എന്ന് പറഞ്ഞാൽ 1 മൈനസ് ബി ആണ്. അത് നമുക്ക് ഇവിടെ ഇട്ട് കൊടുക്കാം. രണ്ടാമത്തെ ഇക്വേഷൻ എന്താണ്? a പ്ലസ് 2b. അപ്പൊ എക്ക് പകരം നമുക്ക് 1 മൈനസ് ബി എന്ന് കൊടുക്കാം, അല്ലേ? സോ 1 മൈനസ് ബി പ്ലസ് 2b. ദാറ്റ് ഈസ് ഗോയിങ് ടു ബി 1.5. ശരിയല്ലേ? 1.5. അപ്പോ 1 മൈനസ് ബി പ്ലസ് 2b എന്ന് പറഞ്ഞാൽ എത്ര? മൈനസ് ബിയും 2bയും കൂടെ കൂട്ടിയായിട്ട് ഒരു പ്ലസ് ബി വരും. സോ 1 പ്ലസ് ബി ഇസ് ഈക്വൽ ടു 1.5. ദെൻ ഇതിനെ റീഅറേഞ്ച് ചെയ്ത് 1നെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ. അപ്പൊ എന്ത് വരും? ബിന്റെ വാല്യൂ എത്ര വരിക? ഇതാണ് ഇവിടുത്തെ സ്റ്റെപ്പ്. ബിന്റെ വാല്യൂ എത്ര വരിക? 1.5 മൈനസ് 1. ദാറ്റ് ഇസ് ഗോയിങ് ടു ബി 0. കണ്ടോ? അപ്പൊ എന്ത് കിട്ടി? ബിന്റെ വാല്യൂ എത്ര കിട്ടി? 0.5. ഇനി ഈ ബിന്റെ വാല്യൂ ഈ ഇക്വേഷനിൽ ഇട്ട് കൊടുത്തേ. അപ്പൊ എന്ത് വരും? എന്റെ വാല്യൂ എന്നാ വരും? 1 മൈനസ് 0.5. അതും എന്ത് കിട്ടി? ദാറ്റ് ഈസ് ഓൾസോ 0.5. മനസ്സിലായോ? അപ്പൊ എന്റെയും ബിന്റെയും വാല്യൂ നമുക്ക് എത്ര കിട്ടി? 0.5 എന്നും 0.5 എന്നും കിട്ടി. അപ്പൊ എന്താണ് എന്റെ ജനറൽ ടേം എന്താണ്? nth ടേം എന്താ ഇക്വേഷൻ? a പ്ലസ് എൻ ബി എന്നായിരുന്നു, അല്ലേ? അപ്പൊ എന്റെ വാല്യൂ എത്ര? 0.5. സോ 0.5 പ്ലസ് n ഇൻറ്റു 0.5. അപ്പൊ അതാണ് എന്റെ ഉത്തരം. അപ്പൊ nth ടേം ഓഫ് ദ ലെങ്ത് എന്ന് പറഞ്ഞാൽ എത്ര വരുന്നത്? 0.5 പ്ലസ് 0.5 n കേട്ടോ. 0. അപ്പൊ ഞാൻ നമുക്കൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഞാൻ പറഞ്ഞ പോലെ 100th ഷേപ്പിന്റെ ലെങ്ത് എത്രയായിരിക്കും? 100th ഷേപ്പിന്റെ ലെങ്ത് ദാറ്റ് ഈസ് ഈക്വൽ ടു 0.5 പ്ലസ് 0.5. എന്നിന്റെ സ്ഥാനത്ത് എത്ര കൊടുക്കണം? 100th എന്ന് പറഞ്ഞാൽ nth ഷേപ്പ് എന്ന് പറഞ്ഞാൽ എത്ര കൊടുക്കണ്ടേ? 100 കൊടുക്കണം. അപ്പൊ 0.5 പ്ലസ് 100 ഇൻറ്റു 0.5. അപ്പൊ എത്ര വരും?
0.5 calculator or mental calculation 0.5 plus 0.5 into 100. That's going to be 50.5. Okay, that's going to be 50 point. No, 100th shape in the length എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും 50.5. അപ്പൊ മനസ്സിലായോ? അപ്പൊ ഇക്വേഷൻ കൊടുക്കുന്നതിന്റെ ഐഡിയ കിട്ടിയോ? നമുക്ക് ഇങ്ങനെ എഴുതി പോകേണ്ട ആവശ്യമില്ല. മനസ്സിലായല്ലോ? ആ ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഇക്വേഷനിൽ പ്ലഗ് ഇൻ ചെയ്താൽ മതി. അപ്പോൾ അതിന് അല്ലെങ്കിൽ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇതിന്റെ വാല്യൂ കിട്ടും. ഐഡിയ കിട്ടില്ലോ? അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എന്തിന്റെ, ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ് കേട്ടോ. നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്താലോ? Write the algebraic expression for each of the below sequence below. And then write the algebraic expression. നമുക്ക് ഇതിന്റെ algebraic expression എഴുതാം. എന്താണ് algebraic expression? നമുക്ക് എങ്ങനെ എഴുതാം നോക്കിക്കേ. Sequence of, അപ്പൊ നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ എടുക്കുക. Odd numbers. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എഴുതാൻ പോവാം. Odd numbers. അപ്പൊ ഓഡ് നമ്പേഴ്സ് ഏതൊക്കെയാണ് ഓഡ് നമ്പേഴ്സ് വരിക? ഓഡ് നമ്പേഴ്സ് ഏതൊക്കെയാ ഇക്വേഷൻ വരിക? ഓഡ് നമ്പേഴ്സിന് ഇക്വേഷൻസ്, ഐ മീൻ ഫസ്റ്റ് ഓഡ് നമ്പർ 1 ആണ് അല്ലേ? സെക്കൻഡ് ഓഡ് നമ്പർ എത്രയാ? 3. തേർഡ് ഓഡ് നമ്പർ എത്രയാ? 5. ഫോർത്ത് ഓഡ് നമ്പർ എത്രയാ? 7. കണ്ടോ? അപ്പൊ ഇങ്ങനെയാണ് ഓഡ് നമ്പറുകൾ പോവുക. മനസ്സിലായോ? ഓഡ് നമ്പറുകൾ പോകുന്നത് ഇങ്ങനെയാണ്. അപ്പൊ ഇതിന്റെ ജനറൽ എക്സ്പ്രഷൻ എഴുതാനാണ് ചോദ്യം. അപ്പൊ ഇതിന്റെ ഡിഫറൻസ് എത്രയാണ്? 1 ഉം 3 ഉം തമ്മിലുള്ള ഡിഫറൻസ് എത്രയാ? വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ 1 and 3? That is 2. The difference between 5 and 3, what is the difference? Difference is 2. And what is the difference between 5 and 7? That is 2. അപ്പൊ ഈ ഡിഫറൻസ് ആണ് എത്ര? 2. ഈ ഡിഫറൻസ് ആണ് 2. അപ്പൊ എന്താണ് ജനറൽ എക്സ്പ്രഷൻ? a plus nb. അതാണ് ജനറൽ എക്സ്പ്രഷൻ. എന്തിന്റെയും ജനറൽ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? a plus nb. അപ്പം എയും ബി എന്താണ്? These are the constants. Okay, these are the constants. A plus b are constants. അപ്പൊ നമുക്ക് ഞാനൊരു ഷോർട്ട് കട്ട് പറഞ്ഞു തരാം. ഈ ഡിഫറൻസ് ആയിരിക്കും എപ്പോഴും b. ഈ ഡിഫറൻസ്. So what is difference here? It is 2. If it was difference was 3, then we will substitute it as 3. Okay. ഇവിടെ 2 ആയതുകൊണ്ട് നമ്മൾ b ന്റെ വാല്യൂ എത്ര കൊടുത്തു? 2 കൊടുക്കാം. നേരത്തെ പോലെ രണ്ട് ഇക്വേഷൻ എഴുതി സോൾവ് ചെയ്യണമെന്ന് നിർബന്ധമില്ല എന്ന് ഞാൻ പറഞ്ഞു. മനസ്സിലായോ? ഒരു ഷോർട്ട് കട്ട് ആണ്. b ന്റെ വാല്യൂ എപ്പോഴും എത്രയായിരിക്കും? ആ ഡിഫറൻസ് ആയിരിക്കും. ഇവിടുത്തെ കേസിൽ ഡിഫറൻസ് എത്രയാ? 2 ആണ് അല്ലേ? ശരി. അപ്പൊ നമുക്ക് ഇക്വേഷൻ എഴുതിക്കോ. അപ്പൊ നമുക്ക് ജനറൽ ഇക്വേഷൻ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? n ന്റെ സ്ഥാനത്ത് 1 ആണെങ്കിൽ ആ വാല്യൂ എത്ര? ഇവിടെ 1 ആണ് അല്ലേ? അപ്പൊ a പ്ലസ് ഫസ്റ്റ് എലമെന്റ്, അതാണ് 1 into b എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 ആണ് അല്ലേ? പ്ലസ് 1 into b. അപ്പൊ നമുക്ക് a കണ്ടുപിടിക്കണം. സോ a പ്ലസ് what is the difference? 1 into 2, that is equal to 1. So that's going to be a plus 1 into 2 is what? 1 into 2 is what? 2, right? That is equal to 1. And therefore what is the value of a? 1 minus 2. 1 minus 2. So that is minus 4. Clear? അപ്പോൾ a ന്റെ വാല്യൂ എത്ര കിട്ടി? -1. And what is the value of b? b is 2. മനസ്സിലായോ? അപ്പം നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് സോൾവ് ചെയ്തപ്പോൾ എന്ത് കിട്ടി? a is -1, b is equal to 2. അല്ലേ? അപ്പൊ എന്താണ് ഇക്വേഷൻ? nth ടേം കണ്ടുപിടിക്കാൻ ഇക്വേഷൻ, ജനറൽ എക്സ്പ്രഷൻ കണ്ടുപിടിക്കാൻ ഇക്വേഷൻ a plus nb. So that's going to be -1 plus 2n. So എന്താണ് ജനറൽ എക്സ്പ്രഷൻ? 2n minus 1. നന്നായി മനസ്സിലായോ? 2n minus 1. So that is the general expression for odd numbers. I hope you got it. So general expression for odd numbers, that is 2n minus 1. മനസ്സിലായല്ലോ? ഇനി നമുക്ക് നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എടുക്കാം. എന്താണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ? സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് വിച്ച് ലീവ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 3. അതിന്റെ അർത്ഥം എന്താ? സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് വിച്ച് ലീവ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 3. അതിന്റെ അർത്ഥം എന്താണ്? നാച്ചുറൽ നമ്പേഴ്സ്, ആദ്യത്തെ നാച്ചുറൽ നമ്പർ മൾട്ടിപ്പിൾ ഓഫ് 3 അല്ല, അതിനെ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് റിമൈൻഡർ എത്ര തരണം? 1 തരണം. അപ്പൊ ആദ്യത്തെ നാച്ചുറൽ നമ്പർ എത്രയായിരിക്കും? 1 divided by 3 will not give a remainder 1, right? അപ്പൊ നമുക്ക് 1 ആയിരിക്കില്ല. ഇനി ആദ്യത്തെ മൾട്ടിപ്പിൾ ഓഫ് 3 എന്ന് പറഞ്ഞാൽ 3 ആണ്. അപ്പൊ 3/3 എന്ന് പറഞ്ഞാൽ റിമൈൻഡർ എത്രയായിരിക്കും? 0 ആയിരിക്കും അല്ലെ? അപ്പൊ ആദ്യത്തെ റിമൈൻഡർ എന്ന് പറഞ്ഞാൽ 4/3. അപ്പൊ 4/3 എന്ന് പറഞ്ഞാൽ റിമൈൻഡർ എത്ര വരും?
1 വരും. ശരിയല്ലേ? അതെങ്ങനെയാ നോക്കിക്കേ. റിമൈൻഡർ വരുമെന്ന് നോക്കണല്ലോ. 4 divided by 3. So 4 into 1s are 3, right? So what will be the remainder? 1. So first remainder is happening for the first natural number 4, right? Okay. അപ്പോൾ ആദ്യത്തെ റിമൈൻഡർ ആദ്യത്തെ സീക്വൻസിലെ വാല്യൂ എത്രയാണ്? 4 ആണ്. ഇനി അടുത്തത് എത്ര വരുന്നത്? ഇനി ഒന്ന് 5 ചെയ്ത് നോക്കിയേ. 5 by 3. അപ്പൊ റിമൈൻഡർ എത്ര വരിക? 2. അത് പറ്റില്ലല്ലോ, അത് പറ്റില്ല. ശരി. ഇനി 6 by 3 റിമൈൻഡർ 0 ആയിരിക്കും. അപ്പൊ ഇനി അടുത്ത നമ്പർ എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു വരുന്നത്? 7 അല്ലേ? 7 divided by 3. 7 divided by 3 എന്ന് പറയുമ്പോൾ ഇത് 2 വരും, ഇത് 6 വരും, റിമൈൻഡർ എത്രയാ വരുന്നത്? 1. അപ്പം ഫസ്റ്റ് വാല്യൂ 4, അടുത്ത അടുത്ത ടേം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 7 ആണ് വരിക. ഇനി അടുത്ത ടേം ഇങ്ങനെ എഴുതി പോവാണെങ്കിൽ നിങ്ങൾ നോക്കുക. അടുത്തതെന്ന് പറഞ്ഞാൽ 4, 7, 10 ഇങ്ങനെയാ പോവാ കേട്ടോ. ദെൻ അടുത്തതെന്ന് പറഞ്ഞാൽ 13. അടുത്ത എത്രയാ വരുന്നത്? അടുത്തത് എത്രയാ വരുന്നത്? ഐഡിയ ഉണ്ടോ? അടുത്ത എത്രയായിരിക്കും വരിക? 16 വരും കേട്ടോ. അടുത്ത എത്രയാ വരിക? 19 വരും. അപ്പം എന്താണ് ഇതിന്റെ ഡിഫറൻസ് എത്രയാ? 3 ആണ് അല്ലേ? ഇതിന്റെ കോമൺ ഡിഫറൻസ്, രണ്ട് ടേമുകൾ തമ്മിലുള്ള ഡിഫറൻസ് എപ്പോഴും എത്രയായിട്ട് നിൽക്കുന്നുണ്ട്? 3 ആയിട്ട് നിൽക്കുന്നുണ്ട്. മനസ്സിലായോ? അപ്പൊ ഇനി ഇതിന്റെ nth ടേം എങ്ങനെ കണ്ടുപിടിക്കും? എന്താ ഇക്വേഷൻ? a പ്ലസ് എൻ ബി. മനസ്സിലായോ? a പ്ലസ് എൻ ബി എന്നാണ് ഇക്വേഷൻ. അപ്പോ ബി എന്ന് പറഞ്ഞാൽ എത്രയാണ്? ആ ഡിഫറൻസ് ഞാൻ ഷോർട്ട് കട്ട് പറഞ്ഞായിരുന്നു. ആ ഡിഫറൻസ് എത്രയാണ്? ബി ഈസ് ഈക്വൽ ടു 3 അല്ലേ? ബിന്റെ വാല്യൂ 3 ആണ്. അപ്പോ ഞാൻ ആ ടേം ഇവിടെ എഴുതാം. 4, 7, 10 എക്സെട്ര അല്ലേ? അപ്പൊ ബിന്റെ വാല്യൂ, അപ്പൊ നമ്മുടെ ഇക്വേഷൻ എങ്ങനെയാ വരുന്നത്? a പ്ലസ് 3b എന്ന് വരും അല്ലെ? ബിന്റെ വാല്യൂ 3n എന്ന് വരും. നമ്മുടെ ഇക്വേഷൻ ജനറൽ എക്സ്പ്രഷൻ വരുന്നത് a പ്ലസ് എൻ ബി എന്നാണ്. ബിന്റെ വാല്യൂ നമുക്ക് കിട്ടി 3 ആണ്. അപ്പൊ 4, 7, 10 ഇങ്ങനെ പോകും അല്ലെ? ശരി. അപ്പൊ ഫസ്റ്റ് ടേം നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. സോ a പ്ലസ് 1 into b that is equal to 4. Okay, so 1 into b is equal to 4. b നമുക്കറിയാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. So 1 into 3 is equal to 4. ഫസ്റ്റ് വാല്യൂ 4 അല്ലേ? അതുകൊണ്ട് ഇക്വേറ്റ് ചെയ്ത കേട്ടോ. ശരി. അപ്പം a is equal to 4 minus 3. 1 into 3 3 ആണ്. ഈ 3 ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ 4 minus 3. So what is the value of a? a is equal to 1. So what is the general expression? Nth term that is equal to 1 plus 3n. So the expression is equal to 1 plus 3n. So nth term is equal to 1 plus 3n. മനസ്സിലായോ? a plus 3n. ഓക്കെ. അപ്പോ ഇങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യണം. അപ്പൊ ഈ ക്വസ്റ്റ്യൻ 3യും ക്വസ്റ്റ്യൻ 4ഉം എന്താണ്? നിങ്ങൾക്കുള്ള ഹോംവർക്ക് ആണ്. അപ്പം ഞാൻ അതിന്റെ സീക്വൻസ് എഴുതി തരാം, നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. എല്ലാ ക്വസ്റ്റ്യനും ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഐഡിയ കിട്ടും. സോ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എൻഡിങ് ഇൻ 1. അപ്പൊ നാച്ചുറൽ നമ്പേഴ്സ് എൻഡിങ് ഇൻ 1 ഏതൊക്കെയാ? ഒന്നാമത്തെ നാച്ചുറൽ നമ്പർ എൻഡിങ് ഇൻ 1 ഏതാ? അടുത്ത 1. അടുത്ത എൻഡ് ചെയ്യുന്ന നാച്ചുറൽ നമ്പർ എത്രയായിരിക്കും? 11. മനസ്സിലായോ? സോ 1, 11. അടുത്തത് എത്രയായിരിക്കും? 21. മനസ്സിലായോ? അടുത്ത എത്രയാ? 31. ഇങ്ങനെ പോകും. അതിന്റെ nth ടേം ആണ്, ജനറൽ എക്സ്പ്രഷൻ ആണ് ചോദിച്ചത്, ഓൾജിബ്രിക് എക്സ്പ്രഷൻ ആണ് ചോദിച്ചത്. മനസ്സിലായോ? ഓൾജിബ്രിക് എക്സ്പ്രഷൻ ഫോർ ദി ഈച്ച് ഓഫ് ദ സീക്വൻസ് ബിലോ. അപ്പൊ എങ്ങനെ പറയും? അതിന്റെ കോമൺ ഡിഫറൻസ് 10 ആണ്, കണ്ടുപിടിക്കുക കേട്ടോ. ഇനി then sequence of natural numbers ending in 1 or 6. 1 or 6. അപ്പൊ ഒന്നാമത്തെ എത്രയാ? 1. അടുത്തത് എത്രയാ? 6. അടുത്തത് എത്രയായിരിക്കും? 11. അടുത്തത് എത്രയായിരിക്കും? 16. അടുത്തത് എത്രയായിരിക്കും? 21. അടുത്തത് എത്രയായിരിക്കും? 26. മനസ്സിലായോ? 1 or 6. അപ്പൊ 1ഓ 6ഓ ആയിരിക്കാം എൻഡിങ്. അപ്പൊ അടുത്ത സീക്വൻസ് എത്രയായിരിക്കും? 1, 6, 11, 16, 21, 26. അപ്പൊ അതിന്റെ ഡിഫറൻസ് എത്രയാ മക്കളെ? ദാറ്റ് ഈസ് 5 അല്ലേ? അപ്പം the difference between 6 and 1 is 5. The difference between 11 and 6 is also 5. അപ്പൊ നിങ്ങൾക്കുള്ള ഹോംവർക്ക് ആണ്. അപ്പൊ നിങ്ങൾ അത് ചെയ്ത് നോക്കുക കേട്ടോ. ശരി. ഇവിടുത്തെ ഡിഫറൻസ് എത്രയാ? ദാറ്റ് ഡിഫറൻസ് ഇസ് 10 അല്ലേ? ഡിഫറൻസ് ഇസ് 10. അപ്പൊ നിങ്ങളുടെ ഹോംവർക്ക് ആണ്. ശരി. അപ്പൊ ഐഡിയ കിട്ടിയല്ലോ, ആ ക്വസ്റ്റിന്റെ ഐഡിയ കിട്ടിയല്ലോ. ഇനി നമുക്ക് ഇങ്ങനെ ഒത്തിരി സീക്വൻസുകൾ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. എങ്ങനെയൊക്കെ സീക്വൻസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നത്? എന്താ സീക്വൻസ് എന്ന് ഐഡിയ കിട്ടിയല്ലോ. സീക്വൻസ് എന്ന് പറഞ്ഞ ഐഡിയ കിട്ടിയല്ലോ എന്താണെന്നുള്ളത്. എങ്ങനെയാ വേറൊരു സീക്വൻസ് ഏതാ? നമ്മുടെ ആ നേരത്തെ ക്വസ്റ്റ്യനിലേക്ക് വന്നേ, ഈ ക്വസ്റ്റ്യനിലേക്ക് വന്നേ. ഏരിയ കണ്ടോ? ഏരിയ ഇവിടെ എത്രയാ? ആദ്യത്തെ ഏരിയ എത്രയായിരുന്നു?
1. രണ്ടാമത്തെ 2 and 1/4 എന്ന് പറഞ്ഞാൽ that is 2.25 അല്ലേ? 2 ഇത് 4 അല്ലേ? ഇത് എത്രയാണ്? 6.25 അല്ലേ? ഇത് ശരിക്കും എന്തിന്റെ സ്ക്വയർ ആണ്? ഒന്നാമത്തതിന്റെ സ്ക്വയർ ആണ് അല്ലേ? അപ്പൊ ഇത് രണ്ടാമത്തെ സ്ക്വയർ അല്ലേ? ഇത് മൂന്നാമത്തെ സ്ക്വയർ അല്ലേ? ഇത് നാലാമത്തെ സ്ക്വയർ അല്ലേ? കാരണം 2.5 സ്ക്വയർ ആണ് 6.25 എന്ന് പറഞ്ഞാൽ ഇതിന്റെ nth ടേം എത്രയായിരിക്കും? ഈ സീക്വൻസിന്റെ nth ടേം എത്രയായിരിക്കും? n സ്ക്വയർ. മനസ്സിലായോ? അപ്പൊ ഇതിന്റെ ഡിഫറൻസ് അല്ല ഇവിടെ എടുക്കുന്നത്. ഇവിടെ എന്ത് ചെയ്തോണ്ടിരിക്കും? ഓരോരോ ടേമിന്റെയും സ്ക്വയർ എടുത്തോണ്ടിരിക്കും. അപ്പൊ ഇതൊരു സീക്വൻസിന് എക്സാമ്പിൾ അല്ലേ? ഇനി വേറൊരു സീക്വൻസിന് എക്സാമ്പിൾ എന്താണ്? 1. Next is 4. Not 1 4. ഞാൻ വേറൊരു എക്സാമ്പിൾ ഇടാം. 1. Then next is 8. Next is 27. Next is 64. ഇങ്ങനെ എക്സാമ്പിൾ പോവാണെങ്കിൽ ഇതെന്നാ? അത് 1 എന്ന് പറഞ്ഞാൽ 1ന്റെ ക്യൂബ് ആണ് അല്ലെ? 1 into 1 into 1 ആണ് 1. 8 എന്ന് പറഞ്ഞാൽ 2 into 2 into 2 ആണ്. അപ്പൊ എന്ന് പറഞ്ഞാൽ ഇതിന്റെ nth ടേം എത്രയായിരിക്കും? n ക്യൂബ്. മനസ്സിലായോ? അപ്പൊ ഇതൊരു ടൈപ്പ് ഓഫ് സീക്വൻസ് ആണ്. അപ്പൊ ഇത് എന്ത് സീക്വൻസ്? ക്യൂബിക്കൽ സീക്വൻസ് ആണ്. അപ്പൊ എന്തൊക്കെ സീക്വൻസുകളുണ്ട്? ഒന്നെങ്കിൽ കോമൺ ഡിഫറൻസ്, അല്ലെങ്കിൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടേംസ് എപ്പോഴും എത്രയായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. ഇവിടെ ഈ ഡിഫറൻസ് കോൺസ്റ്റന്റ് ആണോ? വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ 8 and 1? That is 7. What is the difference between 27 and 8? The difference between 27 and 8 is 19 അല്ലേ? ഇവിടുത്തെ ഡിഫറൻസോ? അതിലും കൂടുതലാണ്. അപ്പൊ കോൺസ്റ്റന്റ് ആണോ ഇവിടെ ഡിഫറൻസ്? അല്ല. അപ്പം കോൺസ്റ്റന്റ് ആയ നമ്മുടെ സീക്വൻസുകളിലെ പരസ്പരമുള്ള ടേമുകളുടെ ഡിഫറൻസ് കോൺസ്റ്റന്റ് ആയ സീക്വൻസും ഉണ്ട്, അല്ലാത്ത സീക്വൻസും ഉണ്ട് അല്ലേ? ശരി. അപ്പം അല്ലാത്ത സീക്വൻസുകളെ നമ്മൾ പലതായിട്ട് ക്ലാസിഫൈ ചെയ്യും. ഓക്കെ, അപ്പൊ ഐഡിയ കിട്ടിയില്ലോ? സീക്വൻസിനെ കുറിച്ചൊരു ഐഡിയ കിട്ടിയില്ല? ശരി. അപ്പൊ ഞാൻ നമ്മുടെ ടോപ്പിക്കിൽ, നമ്മുടെ ഇമ്പോർട്ടന്റ് ടോപ്പിക്കിലേക്ക് കടക്കാം. എന്താണ് നമ്മുടെ ഇമ്പോർട്ടന്റ് ടോപ്പിക്? നമ്മുടെ ഇമ്പോർട്ടന്റ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. എന്താ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറഞ്ഞാൽ? വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ ഡെഫിനേഷൻ പറയാം. എന്തത്? എ സീക്വൻസ് ഗോട്ട് ബൈ starting with any number and adding a fixed number repeatedly is called an arithmetic sequence. സിമ്പിൾ ആയ ഒരു എക്സാമ്പിൾ വെച്ച് ഞാൻ ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അരിത്തമെറ്റിക് സീക്വൻസ് എന്നാണ്. ഞാൻ ഇവിടെ 3 സീക്വൻസുകൾ എഴുതാം. 1 3 5 7 9 11. ഇതൊരു സീക്വൻസ് ആണ് കേട്ടോ. എക്സാമ്പിൾ ഓഫ് സീക്വൻസ് ആണ്. രണ്ടാമത്തെ സീക്വൻസ് ആണ് 1 8 27 64 എക്സെട്ര. അടുത്ത സീക്വൻസ് ആണ് 1 4 9 16 എക്സെട്ര. അപ്പൊ ഈ 3 സീക്വൻസുകളും കണ്ടിട്ട് ഈ അരിത്തമെറ്റിക് സീക്വൻസിന്റെ പ്രത്യേകത എന്തായിരിക്കും എന്നറിയാവോ? ഈ 2 ടേമുകൾ, അതായത് കറസ്പോണ്ടിങ് ടേമുകളുടെ ഡിഫറൻസ് കോൺസ്റ്റന്റ് ആണെങ്കിൽ അങ്ങനെയുള്ള സീക്വൻസുകളെ പറയുന്ന പേരാണ് അരിത്തമെറ്റിക് സീക്വൻസ്. മനസ്സിലായല്ലോ? So what is the difference between 1 and 3? 2. What is the difference between 5 and 3? 2. What is the difference between 7 and 5? 2. What is the difference between 9 and 7? 2. 11 and 9? 2. മനസ്സിലായോ? അപ്പൊ ഇവിടെ ഇനി ഈ സീക്വൻസിലെല്ലാം കറസ്പോണ്ടിങ് ടേമുകളുടെ ഡിഫറൻസ് എപ്പോഴും എത്രയായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. അങ്ങനെയുള്ള ടേമുകളെ അങ്ങനെയുള്ള സീക്വൻസിനെ പറയുന്ന പേരാണ് അരിത്തമെറ്റിക്സ്. അപ്പൊ ഇത് എന്തിനുള്ള എക്സാമ്പിൾ ആണ്? അരിത്തമെറ്റിക് സീക്വൻസിനുള്ള എക്സാമ്പിൾ ആണ്. ഓക്കെ, നൗ come to the second example. So is the difference between these two consecutive terms is constant or not? 8 minus 1 is 7. 27 minus 8 is 19. So 7 is not equal to 19. അവിടെ കോൺസ്റ്റന്റ് അല്ലല്ലോ. ഫസ്റ്റ് ഡിഫറൻസ് കോൺസ്റ്റന്റ് അല്ലല്ലോ. ഇത് നമ്മുടെ ഡിഫറൻസ് കോൺസ്റ്റന്റ് ആണോ? അല്ല. അപ്പൊ അതുകൊണ്ട് ഇതെന്തല്ല? ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് അല്ല. ഇതെന്താണ്? It is a part of sequence, but it is not an arithmetic sequence, right? So what is it? Why it is not arithmetic sequence? Because the difference is not constant. മനസ്സിലായോ? ഇനി മൂന്നാമത്തെ എക്സാമ്പിൾ നോക്കിക്കേ. The difference between 4 and 1, that is 3. Difference between 9 and 4, that is 5. Difference between 16 and 9, that is 7. മനസ്സിലായോ? അപ്പൊ അതെന്തല്ല? അവിടെയും കോൺസിക്യൂട്ടീവ് ടേംസ് ഡിഫറൻസ് കോൺസ്റ്റന്റ് അല്ല. അതുകൊണ്ട് ഈ 2 എക്സാമ്പിളും അരിത്തമെറ്റിക് സീക്വൻസിന് എക്സാമ്പിൾ അല്ല. അപ്പൊ മനസ്സിലായി എന്ന് തോന്നുന്നു അല്ലെ? നന്നായിട്ട് മനസ്സിലായെന്നാണ് എന്റെ വിശ്വാസം. അപ്പൊ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറഞ്ഞാൽ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ 2 കോൺസിക്യൂട്ടീവ് ടേംസ് എക്സാക്ട്ലി എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഈ ഡിഫറൻസിനെ പറയുന്ന പേരാണ്, ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് 2 കോൺസിക്യൂട്ടീവ് ടേംസ് is known as common difference. മനസ്സിലായോ? That difference is known as common difference. What is the definition for common difference? മനസ്സിലായല്ലോ? What is the common difference? The difference between 2 consecutive terms. ശരി.
ഈ എക്സാമ്പിൾ ഒന്ന് നോക്കാവോ? Look at these pictures. If the pattern is continued, do the numbers of colored squares form an arithmetic sequence? Give reasons. എന്ന് പറയാവോ എന്തുകൊണ്ടായിരിക്കും? ഇതിൻ്റെ അകത്ത് ആദ്യത്തെ പാറ്റേണിൽ എത്ര കളേർഡ് സീക്വൻസ് ഉണ്ട്, കളേർഡ് സ്ക്വയർസ് ഉണ്ട്? 1 2 3 4 5 6 7 8 അല്ലേ? ഇതിൽ എത്രയുണ്ട്? 1 2 3 4 5 6 7 8 9 10 11 12. ആദ്യത്തേല് 8 ഉണ്ടായിരുന്നു, ഇതിൽ എത്രയുണ്ട്? 12 ഉണ്ട്. ഇനി 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16. മൂന്നാമത്തിൽ എത്രയുണ്ട്? 16 ഉണ്ട്. ഇനി ഇതൊരു അരിതമെറ്റിക് സീക്വൻസ് ആണെങ്കിൽ the difference between these two terms will be എപ്പോഴും എത്രയായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. കോൺസിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത ടേമുകൾ തമ്മിലുള്ള ഡിഫറൻസ് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ തൊട്ടടുത്ത ടേം ഏതൊക്കെയാ? ഫസ്റ്റും സെക്കൻഡും അല്ലേ? വാട്ട് ഈസ് 12 minus 8? 12 minus 8 is 4. വാട്ട് ഈസ് 16 minus 12? 16 minus 8 എടുക്കരുത്. കോൺസിക്യൂട്ടീവ് ടേംസ് ഒന്നും തൊട്ടടുത്ത ടേമുകൾ. 16 minus 12, what is that? That is also 4. Now, what is your answer? The difference between these two terms, consecutive terms, remains constant അല്ലേ? അപ്പൊ ഇത് നമ്മളുടെ ഡിഫറൻസ് എപ്പോഴും എന്താ? കോൺസ്റ്റന്റ് ആണ്. അതുകൊണ്ട് എന്താണ് ഇതിന്റെ ഉത്തരം? If the pattern is continued, do the numbers of colored squares form an arithmetic sequence? Yes. What is the reason? Because common difference is 4. So common difference is 4 അല്ലേ? It's an arithmetic sequence with the common difference 4. അതാണ് അതിന്റെ ഉത്തരം. മനസ്സിലായോ? ശരി. ഇനി check whether following or not arithmetic sequence or not. AS എന്ന് പറഞ്ഞാൽ ഒരു ഷോർട്ട് ഫോം ആണ്. AS എന്ന് പറഞ്ഞാൽ that is arithmetic sequence ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യണം. The sequence of odd numbers. നമുക്കൊന്ന് എഴുതി നോക്കാം. സീക്വൻസ് എന്താ? ഓഡ് നമ്പർ 1 3 5 7 9 11 ഇങ്ങനെ പോകും അല്ലേ? സോ ഡിഫറൻസ് എത്രയാണ്? 2 അല്ലേ? എല്ലാ ഡിഫറൻസും എത്രയാണ്? സെയിം ആണ്. അതിന്റെ ഇതെന്താണ്? ദിസ് ഈസ് അരിതമെറ്റിക് സീക്വൻസ്. അപ്പം സീക്വൻസ് ഓഫ് ഓഡ് നമ്പേഴ്സ് അരിതമെറ്റിക് സീക്വൻസ് ആണ്. എന്തുകൊണ്ടാണ് അതിന്റെ കാരണം? ബിക്കോസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ കോമൺ ഡിഫറൻസ് ഈസ് 2. ദാറ്റ് difference remains constant. Then what about sequence of even numbers? And even numbers, first even number 2, second even number 4 അല്ലേ? Third even number 6. It is a multiple of 2, right? Then next is 8, next is 10. So what is the difference between 4 and 2? That is 2. What is the difference between 6 and 4? That is also 2. What is the difference between 8 and 6? That is also 2. What is the difference between 10 and 8? That is also 2. So the common difference between these is also same. So അത് എന്ത് തന്നെയാണ്? അരിതമെറ്റിക് സീക്വൻസ് തന്നെയാണ്. മനസ്സിലായോ? Then ഇനി മൂന്നാമത്തെ ഏതാ? അപ്പം ഇതും അരിതമെറ്റിക് സീക്വൻസ്. മനസ്സിലായോ? ഞാൻ വേറൊരു കളർ ഉപയോഗിക്കാം. അപ്പം ഇത് അരിതമെറ്റിക് സീക്വൻസ് ആണ്, ഇതും അരിതമെറ്റിക് സീക്വൻസ് ആണ്. തേർഡ് ക്വസ്റ്റ്യൻ എന്താണ്? Sequence of fractions got as half of the odd numbers. അപ്പൊ ആദ്യത്തെ ഓഡ് നമ്പർ എത്രയായിരിക്കും? ഹാഫ് ഓഫ് ദി ഓഡ് നമ്പേഴ്സ് ആണ് സീക്വൻസ്. അപ്പൊ ഫസ്റ്റ് ഓഡ് നമ്പർ ഈസ് 1/2. സെക്കൻഡ് ഓഡ് നമ്പർ എത്രയാ? 3. So half of odd number, that is 3/2. The next is what? 5/2. Next is what? 7/2. മനസ്സിലായോ? 9/2. ഇനി ഇതിന്റെ ഡിഫറൻസ് എത്രയാ? 3/2 minus 1/2. 3/2 minus 1/2 is 1. What is the difference between 5/2 and 3/2? That is also 1. The difference between 7/2 and 5/2, that difference is also 1. Then difference between 9/2 and 7/2. 9/2 എന്ന് പറഞ്ഞാൽ 4.5. 7/2 എന്ന് പറഞ്ഞാൽ 3.5. So 4.5 minus 3.5 is 1, right? So the common difference between this is same. അതുകൊണ്ട് ഇതും എന്തു തന്നെയാണ്? ഇതും അരിതമെറ്റിക് സീക്വൻസ് തന്നെയാണ്. മനസ്സിലായോ? ഇനി sequence of powers of 2. എന്താ powers of 2 എന്ന് പറഞ്ഞാൽ? 2 to the power of 1, 2 to the power of 2, 2 to the power of 3. ഇങ്ങനെയാണ് സീക്വൻസ് പോവുക. ഇതെന്തല്ല? 2 to the power of 1 എന്ന് പറഞ്ഞാൽ എത്രയാ? 2 into 1. 2 is multiplied only one time. That is 2. Right? ഞാൻ ഇവിടെ എഴുതാം. So 2 to the power of 1. Then 2 to the power of 2. 2 to the power of 3. അപ്പോൾ 2 to the power of 1 എന്ന് പറഞ്ഞാൽ 2. 2 to the power of 2 എന്ന് പറഞ്ഞാൽ 4. 2 to the power of 3 എന്ന് പറഞ്ഞാൽ 8. 2 to the power of 4 എന്ന് പറഞ്ഞാൽ
2 is multiplied how many times? 2 into 2 into 2 into 2. That is going to be 16. Okay. So difference between 4 and 2, 2. A difference between 8 and 4, 4. Difference between 16 and 8, that is 8. So that means this constant is not constant. This value, the difference between this is not constant. അതുകൊണ്ട് ഇതെന്തല്ല, നാലാമത്തെ ചോദ്യം എന്തല്ല, അരിത്തമെറ്റിക് സീക്വൻസ് അല്ല. മനസ്സിലായോ? അരിത്തമെറ്റിക് സീക്വൻസ് അല്ല. അപ്പോൾ ഇത് അരിത്തമെറ്റിക് സീക്വൻസ് ആണെന്ന് കിട്ടി, ഇത് അരിത്തമെറ്റിക് സീക്വൻസ് ആണെന്ന് കിട്ടി, ഇത് അരിത്തമെറ്റിക് സീക്വൻസ് ആണെന്ന് കിട്ടി, ഇതല്ല എന്ന് മനസ്സിലായി. ഇത് നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. എന്താണ് ക്വസ്റ്റ്യൻ? Sequence of reciprocals of natural numbers. Reciprocal എന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ division 1 by 1. Then reciprocal of 2 is 1 by 2. Reciprocal of 3 is 1 by 3. അല്ലേ? ഇങ്ങനെയാണ് സീക്വൻസ്. ഇത് അരിത്തമെറ്റിക് സീക്വൻസ് ആണോ ഇല്ലയോ എന്ന് അതിന്റെ ഡിഫറൻസ് നോക്കി നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. കേട്ടോ? മനസ്സിലായല്ലോ? ഒരു ഐഡിയ കിട്ടിയല്ലോ? ശരി. ഇനി അപ്പൊ എന്താണ് ജനറൽ പ്രിൻസിപ്പിൾ? എന്താണ് ഞാൻ പറഞ്ഞു? എന്താ ജനറൽ പ്രിൻസിപ്പിൾ? എപ്പോഴും ജനറൽ പ്രിൻസിപ്പിൾ എന്തായിരിക്കും? ഒരു ഐഡിയ പറഞ്ഞു. എന്താണ് ഒരു അരിത്തമെറ്റിക് സീരീസിന്റെ ജനറൽ പ്രിൻസിപ്പിൾ? എന്താണ്? എ പ്ലസ് എൻ ഇൻറ്റു ഡി. അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് ഡിഫൈൻ ചെയ്യുവാണെങ്കിൽ എന്ത് പറയാൻ പറ്റും? സിമ്പിൾ ആയിട്ട് ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ ദി ഡിഫറൻസ് ബിറ്റ്വീൻ എനി ടു ടേംസ് ഓഫ് an arithmetic sequence is a product of difference of positions and the common difference. Okay. ഇതിന്റെ ഒരു എക്സാമ്പിൾ പറയാമോ? ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്യാവോ? നമുക്ക് അങ്ങനെ ഇൻ ഈച്ച് ഓഫ് ദി അരിത്തമെറ്റിക് സീക്വൻസ് ബിലോ സം ടേംസ് ആർ മിസ്സിംഗ് ആൻഡ് ദെയർ പൊസിഷൻസ് ആർ മാർക്ക്ഡ് വിത്ത് എ ഡോട്ട്. സോ ഫൈൻഡ് ദം. സോ വി നീഡ് ടു ഫൈൻഡ് ദി സർക്കിൾസ്. സോ 20 ഇതെന്താന്ന് പറഞ്ഞിട്ടുണ്ട്? അരിത്തമെറ്റിക് സീക്വൻസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അരിത്തമെറ്റിക് സീക്വൻസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അതുകൾ തമ്മിലുള്ള കോൺസിക്യൂട്ടീവ് ടേംസ് തമ്മിലുള്ള ഡിഫറൻസ് എപ്പോഴും എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. മനസ്സിലായോ? അപ്പൊ ഇത് 24 ആണെങ്കിൽ ഇത് എത്രയാണ്? 42. സോ വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ 24 ആൻഡ് 42? ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ 42 ആൻഡ് 24? ഒന്ന് പറയാം, ചിന്തിച്ച് നോക്കിയിട്ടൊന്ന് പറഞ്ഞേ. ദാറ്റ് എത്രയായിരിക്കും? 18 ആണ് അല്ലേ? സോ 24 plus 18 is 42. അപ്പൊ ദി ഡിഫറൻസ് ബിറ്റ്വീൻ ദിസ് ഈസ് 18. അപ്പൊ അടുത്ത ടൈം എത്രയാ? 42 plus 18. What is 42 plus 18? That is 60. മനസ്സിലായോ? ഇനി അടുത്ത ടൈം എത്രയായിരിക്കും? 60 plus 18. What is 60 plus 18? That is going to be 78. മനസ്സിലായോ? ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടെ ഞാൻ ഇതിനകത്ത് ചെയ്യാം. ഇതിനകത്ത് റാൻഡം ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ കൂടെ ഞാൻ ചെയ്യാം. സോ ദിസ് ഈസ് 24. ഇത് എത്രയാണ്? 42. 24 ആൻഡ് ഈ ടൈം എത്രയാണ്? 42 ആണ്. അപ്പം ഇതെങ്ങനെ ചെയ്യും? ചിന്തിച്ച് നോക്കിയിട്ട് ഉത്തരം പറയൂ. എങ്ങനെയാണ് ഇത് ചെയ്യാൻ പറ്റുക? ഇതെങ്ങനെ ചെയ്യാൻ പറ്റും? ഇതിനെ നമുക്ക് എന്തെന്ന് പറയാം? എക്സ് എന്ന് പറയാം. ഈ നടുക്കത്തെ ടൈമിനെ നമുക്ക് എക്സ് എന്ന് വിളിക്കാം. അപ്പൊ നമുക്കത് അറിയത്തില്ല അല്ലെ? അതിനെ ഞാൻ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ തന്നെ ഞാൻ ചെയ്യാം. സോ ഇതിനെ നമുക്ക് എക്സ് എന്ന് പറയാം. അപ്പം ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദിസ് ഈസ് ഈക്വൽ ടു, അതായത് ഡിഫറൻസ് ബിറ്റ്വീൻ ദ സെക്കൻഡ് ടേം ആൻഡ് ഫസ്റ്റ് ടേം, ഡിഫറൻസ് ബിറ്റ്വീൻ സെക്കൻഡ് ടേം ആൻഡ് ഫസ്റ്റ് ടേം is exactly equal to the difference between third term and the second term. എന്ന് പറഞ്ഞാൽ എത്ര വരുന്നത്? 42 minus x. മനസ്സിലായോ? ഇതിനെ നമ്മളൊരു ഓൾജിബ്രിക് എക്സ്പ്രഷൻ ആക്കി എഴുതി. ഈ ഡിഫറൻസ് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. So the thing is that you can bring this minus x to this side. So if you are bringing minus x to this side, it becomes 2x, right? So 2x is equal to, you can bring this 42 is already here. You can bring this minus 24 to this side, it becomes plus 24. അല്ലേ? അത് ബേസിക് ഓൾജിബ്രിക് എക്സ്പ്രഷൻ ആണ്. So 42 plus 24 is going to be 66, right? So 42 plus 24 is cross check here. 42 plus 4 is 46, 66. So 2x in the value 66 ആണെന്നുണ്ടെങ്കിൽ x in the value എത്രയാണ്? That is going to be 33. അപ്പൊ ഈ സെൻട്രൽ ടൈം എത്രയാണെന്ന് മനസ്സിലായി? സെൻട്രൽ ടൈം എത്രയാണ്? 33. മനസ്സിലായോ? ഇനി നമുക്ക് ആ കോമൺ ഡിഫറൻസ് കൂടെ കണ്ടുപിടിച്ചാൽ ഈ ടൈമും കൂടെ നമുക്ക് ഉത്തരമായി. ഓക്കെ, അപ്പൊ എന്താ കോമൺ ഡിഫറൻസ് എത്രയായിരുന്നു? 33 മൈനസ് എക്സ് കിട്ടിയില്ലേ? 33 മൈനസ് 24 ആയിരുന്നു കോമൺ ഡിഫറൻസ്. സോ വാട്ട് ഈസ് ഗോയിങ് ടു ബി 33 മൈനസ് 24? ചിന്തിച്ച് നോക്കിയാൽ എത്രയായിരിക്കും ഉത്തരം വരിക? ദാറ്റ് ഈസ് ഗോയിങ് ടു ബി 9 അല്ലേ? സോ കോമൺ ഡിഫറൻസ് എത്രയാണ്? 9. സോ 42 പ്ലസ് 9
42 plus 9 is going to be 51. അല്ലേ? 51. അപ്പൊ ഇതിന്റെ ഉത്തരം എത്രയാണ്? 24, 33, 42, 51. മനസ്സിലായോ? ശരി. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യുക. ഇനി വേറൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ഈ സീക്വൻസിൽ നിന്ന് വരാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ the terms in two positions of some arithmetic sequence are given below. The first 5 terms we need to write. അപ്പം നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? മൂന്നാമത്തെ ടേമും ആറാമത്തെ ടേമും നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, മൂന്നാമത്തെ ടേമും ആറാമത്തെ ടേമും തന്നിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് ആദ്യത്തെ 5 ടേമുകൾ നമുക്ക് എഴുതണം. ഇതാണ് ചോദ്യം. The terms in two positions of some arithmetic sequence are given below. Write the first 5 terms of each. So third term അല്ലേ? അപ്പൊ ഇതിനാണ് ഞാൻ നിങ്ങളോട് ഞാൻ ആദ്യം പറഞ്ഞത് എന്താണ് അരിത്തമെറ്റിക് സീരീസിലെ ജനറൽ എക്സ്പ്രഷൻ. എന്താണ് ജനറൽ എക്സ്പ്രഷൻ? a plus nb അല്ലേ? a plus nb മനസ്സിലായോ? അപ്പൊ a plus nb ആണ് ജനറൽ എക്സ്പ്രഷൻ. ഓക്കെ, സോ a plus nb ആണ് ജനറൽ എക്സ്പ്രഷൻ. ഓക്കെ, അപ്പം a plus nb നമുക്ക് എങ്ങനെ എഴുതാം? a plus nb എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? a plus nb എന്ന് പറഞ്ഞാൽ അതാണ് ആ വാല്യൂവിനോട് നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ എന്ത് തന്നിട്ടുണ്ടായിരുന്നു? ഞാൻ ക്വസ്റ്റ്യനിൽ എന്താ തന്നേക്കുന്നത് നോക്കിക്കേ. ആ ക്വസ്റ്റ്യനിൽ എന്താ തന്നിരുന്നത്? തേർഡ് ടേം 34 ആണ്, സിക്സ്ത് ടേം 67 ആണ് തന്നിട്ടുണ്ട് അല്ലേ? ശരി. അപ്പൊ തേർഡ് ടേമിന് പകരം നമുക്ക് n എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3 ആണ്. അപ്പൊ a plus 3 into b is equal to 34. മനസ്സിലായോ? ഇനി അടുത്തതിന് എന്താ വരുന്നത്? a plus സിക്സ്ത് ടേം. സോ 6b എന്ന് പറഞ്ഞാൽ എത്രയാണ്? 67. വളരെ സിമ്പിൾ അല്ലേ? സോ a plus 3b എന്ന് പറഞ്ഞാൽ 34 ആണ്. a plus 6b എന്ന് പറഞ്ഞാൽ എത്രയാണ്? 67 ആണ്. അപ്പൊ ഈ രണ്ട് ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റണം. ഓക്കെ, അപ്പം ആദ്യം എയുടെയും ബിയുടെയും വാല്യൂ കണ്ടുപിടിക്കൂ. സോ ഹൗ ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് എ ആൻഡ് ബി? എയുടെയും ബിയുടെയും വാല്യൂ പറയൂ. ഇതിനെന്ത് ചെയ്താൽ മതി? ഈ രണ്ട് ഇക്വേഷൻ സബ്സ്ട്രാക്ട് ചെയ്താൽ എ അങ്ങ് പോയി. അപ്പം ഈ ഇക്വേഷനെ ഞാൻ ഇക്വേഷൻ നമ്പർ 2 എന്നും ഇതിനെ ഇക്വേഷൻ നമ്പർ 1 എന്നും വിളിച്ചാൽ ഇക്വേഷൻ 2 മൈനസ് ഇക്വേഷൻ 1 എന്നാ വരുന്നത്? എ മൈനസ് എ. എ മൈനസ് എ എന്ന് പറഞ്ഞാൽ 0. 6b മൈനസ് 3b. എത്ര? 6b എന്ന് 3b പോയാ? That is 6 minus 3 is 3, right? So 3b എന്ന് പറഞ്ഞാൽ what is 64 minus 34? 67 minus 34 ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തേ. What is 67 minus 34? മെന്റൽ കാൽക്കുലേഷൻ മതി, സിമ്പിൾ ആയിട്ട് കിട്ടും. സോ 67 minus 34 എത്ര ഉത്തരം വരിക? 67 minus 40 എന്ന് പറഞ്ഞാൽ that is going to be 27 അല്ലേ? 27 plus നമുക്ക് 34 ആണ്. അപ്പൊ എത്ര വരുന്നത്? 34 ആണെങ്കിൽ 27 plus 6 33 വരും അല്ലേ? 33 ആണ് ഉത്തരം. അപ്പം 3b എന്ന് പറഞ്ഞാൽ 33 ആണെങ്കിൽ ബിയുടെ വാല്യൂ എത്ര വരുന്നത്? ബിയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 33/3 എന്ന് പറഞ്ഞാൽ 11. അപ്പൊ ബിയുടെ വാല്യൂ എത്ര കിട്ടി? നമുക്ക് 11 കിട്ടി. മനസ്സിലായോ? അപ്പൊ കോമൺ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? കോമൺ ഡിഫറൻസ് ആണ്. അപ്പൊ കോമൺ ഡിഫറൻസ് എത്ര കിട്ടി? കോമൺ ഡിഫറൻസ് ഈസ് 11. മനസ്സിലായോ? കോമൺ ഡിഫറൻസ് ഈസ് 11. അപ്പോൾ നമുക്ക് ബിന്റെ വാല്യൂ 11 ആണ് കിട്ടി. ഇനി എന്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കും? a plus 3b എന്ന് പറഞ്ഞാൽ അതാണ് a plus 3b എന്ന് പറഞ്ഞാൽ അതാണ് 34. അപ്പോ a plus 3 into 11, കാരണം ബിന്റെ വാല്യൂ 11 ആണ് കിട്ടി. അപ്പൊ a plus 33 is equal to 34. അപ്പൊ എന്റെ വാല്യൂ എന്താ? 34 minus 33. That is going to be 1. എന്റെ വാല്യൂ നമുക്ക് മനസ്സിലായി. That is going to be 1 അല്ലേ? അപ്പം നമുക്ക് ഒന്നാമത്തെ ടേം കിട്ടി. സോ എ എന്ന് പറഞ്ഞാൽ 1 ആണ്, ബിന്റെ വാല്യൂ 11 ആണ്. അപ്പൊ ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ എന്താണ്? a plus nb അല്ലേ? അപ്പൊ എന്ന് പറഞ്ഞാൽ അത്ര വരും 1 plus 1 into 11. 1 plus 1 into 11. That is going to be 12. അപ്പോൾ ഫസ്റ്റ് ടൈം കിട്ടിയില്ലേ? 12 എന്ന് കിട്ടിയില്ലേ? ഇനി സെക്കൻഡ് ടൈം എത്രയായിരിക്കും? കാരണം കോമൺ ഡിഫറൻസ് എത്രയാ? 11 അല്ലേ? സോ 12 plus 11. സോ 12 plus 11 എന്ന് പറഞ്ഞാൽ എത്രയാ വരിക? ദാറ്റ് ഈസ് ഗോയിങ് ടു ബി 23. തേർഡ് ടൈം എത്രയായിരിക്കും വരിക? 23 plus 11. അത് കിട്ടി നമുക്ക്. എത്രയാ? 34. ഇനി
34 plus 11, that is going to be 45. 45 plus 11, that is going to be 56. മനസ്സിലായോ? ആദ്യത്തെ 5 ടേം എഴുതിയത് മനസ്സിലായോ? ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യുക. മനസ്സിലായല്ലോ? So 12, 23, 34, 45, 56. നന്നായി മനസ്സിലായെന്നാണ് വിശ്വസിക്കുന്നത്. 12, 23, 34, 45 and 56. So that is the answer for this question. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യനും ഈ രണ്ട് ക്വസ്റ്റ്യനും ഒന്ന് ട്രൈ ചെയ്യാമല്ലോ. എൻ്റെ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ അത് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഡ്രോപ്പ് ബോക്സിൽ കമന്റ് ചെയ്യുക, അല്ലെ മെയിൽ ചെയ്യുക, ഞാൻ ഉത്തരം പറഞ്ഞുതരാം കേട്ടോ. ശരി, അപ്പൊ ഇതാണ് ക്വസ്റ്റ്യൻ നമ്പർ 2 പറയാം. ഇനി എന്താണ് സം ഓഫ് അരിത്തമെറ്റിക് സീരീസ് എന്ന് പറയാം. എത്രയാണ് സം ഓഫ് അരിത്തമെറ്റിക് സീരീസ്? നമുക്ക് എന്ത് ചെയ്യണം? ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു ഐഡിയ പറയാം. സം ഓഫ് അരിത്തമെറ്റിക് സീരീസ്, അതായത് ഞാനൊരു സീരീസ് എഴുതാം. 1, 2, 3, 4, 5, 6, 7, 8. എനിക്ക് ഇതിന്റെ സം കണ്ടുപിടിക്കണം എന്ന് വിചാരിക്കാം. അപ്പൊ എങ്ങനെയാ ഇതിന്റെ സം കണ്ടുപിടിക്കുന്നത്? ഞാൻ ഇതിന്റെ സം കണ്ടുപിടിക്കണം എന്ന് വിചാരിക്കാം. എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക എന്ന് പറയാമോ? എങ്ങനെയാണ് നമുക്ക് ഇതിന്റെ സം കണ്ടുപിടിക്കാൻ പറ്റുക? ഒരു ഐഡിയ പറയാവോ? നമ്മൾ ഇതെല്ലാം കൂടെ കൂട്ടണം, അല്ലേ? സം ചെയ്യാന്ന് പറഞ്ഞാൽ എല്ലാം കൂടെ കൂട്ടുക എന്ന അർത്ഥം ആണോ? ശരി, അപ്പൊ ഇതിന്റെ കോമൺ ഡിഫറൻസ് എത്രയാ? ഇതിന്റെ എല്ലാം കോമൺ ഡിഫറൻസ് 1 ആണ്. എങ്ങനെയാ കോമൺ ഡിഫറൻസ് പറഞ്ഞാൽ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ 2 കോൺസിക്യൂട്ടീവ് ടേംസ്. മനസ്സിലായോ? അതിനാണ് നമുക്ക് ഇതിന്റെ കോമൺ ഡിഫറൻസ് എന്ന് പറയാം. അപ്പൊ കോമൺ ഡിഫറൻസ് അറിയാമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സം കണ്ടുപിടിക്കണം. സം കണ്ടുപിടിക്കണം, ഇതാണ് നമ്മുടെ ഡ്യൂട്ടി. സം കണ്ടുപിടിക്കണം. ഓക്കെ, സോ അരിത്തമെറ്റിക് സീരീസിന്റെ സം കണ്ടുപിടിക്കണമെങ്കിൽ അതിനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് ഇക്വേഷൻ. എന്താണ് ഇക്വേഷൻ? ഫോർ ദി അരിത്തമെറ്റിക് സീരീസ് ദ സം ഈസ് ഈക്വൽ ടു, എന്താ ഇക്വേഷൻ? a plus n into n plus 1 by 2 plus bn. ഇതാണ് ഇക്വേഷൻ. എന്താ ഇക്വേഷൻ? a plus a into n plus 1 by 2 plus b into n. ഇതാണ് നമ്മുടെ ഇക്വേഷൻ വരിക. മനസ്സിലായോ? സിമ്പിളായ ഇക്വേഷൻ ആണ്, ഓർത്തിരുന്നാൽ മതി. a into n plus 1 by 2 plus bn. അപ്പം നിങ്ങൾക്ക് ചിന്തിക്കും, സാറേ എയും ബിയും എന്താ? നമ്മൾ നേരത്തെ കണ്ട എയും ബിയും കോൺസ്റ്റന്റ് അരിത്തമെറ്റിക് സീരീസിന്റെ എയും ബിയും. ഒരു എക്സാമ്പിൾ ചെയ്താൽ നിങ്ങൾക്ക് അതിന്റെ ഐഡിയ കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ഈ ക്വസ്റ്റ്യൻ എടുക്കാം. സോ ഫൈൻഡ് ദ സം ഓഫ് ദി ഫസ്റ്റ് 25 ടേംസ് ഓഫ് ദി അരിത്തമെറ്റിക് സീക്വൻസ് ബിലോ. ഓക്കെ, ഞാൻ ഇതിന്റെ അകത്ത് 2 ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ, ഫൈൻഡ് ദ സം ഓഫ് ദ ഫസ്റ്റ് 25 ടേംസ് ഓഫ് ഈച്ച് ഓഫ് ദി അരിത്തമെറ്റിക് സീക്വൻസ്. അപ്പൊ ഫസ്റ്റ് 25 ടേംസ് എന്ന് പറഞ്ഞാൽ എന്നിന്റെ വാല്യൂ എത്രയാണ്? 25 ആണ്. മനസ്സിലായോ? എന്നിന്റെ വാല്യൂ 25 ആണ്. ഇനി നമുക്ക് എയുടെയും ബിന്റെയും വാല്യൂ അറിയത്തില്ല. ബിക്കോസ് ദ സം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? a into n plus 1 by 2 plus bn. അല്ലെ? ഇതാണ് അതിന്റെ ഇക്വേഷൻ. അപ്പൊ നമുക്ക് ഇതിന്റെ അകത്ത് n കിട്ടി. n എത്രയാ? ഫസ്റ്റ് 25 ടൈംസ്. അപ്പൊ എന്നിന്റെ വാല്യൂ എത്രയാണ്? 25 ആണ്. പക്ഷെ എന്തറിയത്തില്ല? അൺഫോർച്ചുനേറ്റ്ലി വി ഡോണ്ട് നോ ദ വാല്യൂ ഓഫ് എ ആൻഡ് ബി. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കണം എയും ബിയും. അപ്പൊ എന്താ ജനറൽ എക്സ്പ്രഷൻ? nth ടേമിന്റെ ജനറൽ എക്സ്പ്രഷൻ എന്താ? കൺഫ്യൂഷൻ വേണ്ട കേട്ടോ. nth ടേമും സമവും ഡിഫറെന്റ് ആണ്. nth ടേം എന്ന് പറഞ്ഞാൽ എത്രാമത്തെ ടേം? ആ ടേമിന് എന്താ ഇക്വേഷൻ? നമ്മൾ പഠിച്ചായിരുന്നു, a plus nb. അതല്ലേ ഇക്വേഷൻ? a plus nb. അതാണ് ഇക്വേഷൻ. nth ടേമിന് എക്സ്പ്രഷൻ അതാണ് a plus nb. ശരി, എന്തിനാ ഞാൻ ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ടാക്കിയത്? കാരണം I need to find the value of a and b. Okay, so see, this is the first term, right? ആ ഫസ്റ്റ് ടേം എത്രയാണെന്ന് അറിയാം? ഫസ്റ്റ് ടേം ഈസ് 11 ആണെന്നറിയാം. അപ്പൊ 11 എന്ന് പറഞ്ഞാൽ എന്താണ്? a പ്ലസ് എന്നിന്റെ സ്ഥാനത്ത് എത്ര കൊടുക്കണം? ഫസ്റ്റ് ടേം ആയതുകൊണ്ട് 1 എന്ന് കൊടുക്കണം. 1 into 11. 1 into 11 തെറ്റിപ്പോയി. 1 into 11 അല്ല, 1 ഞാൻ ഒന്നോടെ തന്നെ എഴുതാം. അപ്പൊ എന്താണ് ജനറൽ എക്സ്പ്രഷൻ? a plus nb എന്നല്ലേ? അപ്പൊ ഫസ്റ്റ് വാല്യൂ എത്ര വാല്യൂ? 11 അല്ലെ? 11 is equal to a plus എന്നിന്റെ വാല്യൂ എത്ര? ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് 1 into b. അപ്പൊ ഞാനൊരു ഷോർട്ട് കട്ട് പറഞ്ഞായിരുന്നു. എന്താണ് ഷോർട്ട് കട്ട്? ഈ ഡിഫറൻസിനെ വിളിക്കുന്ന പേരാണ്, അരിത്തമെറ്റിക് സീക്വൻസ് ആയതുകൊണ്ട് ഡിഫറൻസിനെ വിളിക്കുന്ന പേരാണ് ബി, അല്ലെ? അപ്പൊ 22 - 11 എത്രയാ? സെക്കൻഡ് ടൈം മൈനസ് ഫസ്റ്റ് ടൈം.
അതിനെ വിളിക്കുന്ന പേര് that is 22 minus 11. അതിന്റെ calculation is simple, that is 11, right? അപ്പോൾ 11 is equal to a plus 1 into 11. അപ്പോൾ എന്ത് കിട്ടി? 11 is equal to a plus 11 കിട്ടി. 1 into 11 is 11 ആണ്. അപ്പോൾ a-ന്റെ വാല്യൂ എത്രയാ? You can bring this 11 to this side. 11 minus 11 എത്ര വരും? 0 വരും. അപ്പോൾ എയും ബിയും കിട്ടിയില്ലേ? അപ്പൊ ഓരോ ടേമിന്റെയും ഓരോ ക്വസ്റ്റ്യന്റെ എയും ബിയും ഡിഫറെന്റാ. അപ്പൊ അത് നിങ്ങൾ ഇൻഡിവിജ്വലി കണ്ടുപിടിക്കണം. അപ്പൊ സാർ എല്ലാത്തിന്റെ എയും ബിയും കണ്ടുപിടിച്ചെന്ന് വെച്ചാൽ ഓർത്തേണ്ട പിന്നെ ഇക്വേഷനിലേക്ക് കൊടുക്കരുത്. ഓരോ കേസ് എടുക്കുക, അതിന്റെ എയും ബിയും കണ്ടുപിടിക്കുക കേട്ടോ. ശരി, അപ്പൊ നമുക്ക് ഇതിന്റെ എ കിട്ടി, ഈ സീക്വൻസിന്റെ എ കിട്ടി. എത്രയാ? എന്റെ വാല്യൂ 0 ആണ്, ബിന്റെ വാല്യൂ എത്രയാ? 11 ആണ്. ശരി, ഇനി നമുക്ക് ആ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യൂ. നമ്മുടെ ഇക്വേഷൻ നമ്മൾ പഠിച്ചില്ലേ? എന്തായിരുന്നു നമ്മൾ ഇക്വേഷൻ പഠിച്ചത്? a into n into n plus 1 by 2 plus b into n. സിമ്പിൾ അല്ലേ? കണ്ടുപിടിക്കാൻ പറ്റേ? അപ്പം ഇക്വേഷൻ കൊടുക്കുക, a into n into n plus 1 by 2 plus b into n. അപ്പൊ എന്താ വരുന്നത്? a-ന്റെ വാല്യൂ നമുക്ക് കിട്ടി 0 എന്ന് കിട്ടി. 0 into n is equal to 25 അല്ലേ? 25 ആണ്. 25 into 25 plus 1 by 2 plus b എത്രയാ? b എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടി 11 into 25. ഇത് 0 ആയി പോകും. 0 into anything becomes 0 അല്ലേ? So 25 into 11 എത്ര വരും? 25 into 11 is going to be 275. അപ്പോൾ 11 into 25 is equal to 275. അപ്പോൾ ഇതിന്റെ സം എത്രയാ വരിക? ഫസ്റ്റ് 25 ടേംസിന്റെ സം എന്ന് പറഞ്ഞാൽ that is going to be 11 into 25. That is going to be എത്ര വരും? 275. മനസ്സിലായോ? 275. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ അതിന്റെ കൺസെപ്റ്റ് നമ്മൾ ചെയ്യുക. ഓക്കെ, അപ്പൊ ഇതാണ് അതിന്റെ ഉത്തരം. മനസ്സിലായോ? ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് ചെയ്യാം ഇതിൻ്റെ അകത്ത്. അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വേണ്ട ആർബിട്രറി ആയിട്ട് ഏതെങ്കിലും ലാസ്റ്റ് ക്വസ്റ്റ്യൻ എടുക്കാം. 1 6 11. അപ്പൊ എത്ര അതിന്റെ കോമൺ ഡിഫറൻസ് എത്രയാ? 6 minus 1. 6 minus 1 എത്രയാ? 5. 11 minus 6 എത്രയാ? That's 5. അപ്പൊ എന്താണ് നമുക്ക് എന്ത് വേണം? എയും ബിയും വേണം. അപ്പൊ എന്ത് ചെയ്യാം? ജനറൽ എക്സ്പ്രഷൻ ഫോർ nth ടേം എത്ര? a plus bn അല്ലേ? അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫസ്റ്റ് ടേം എത്രയാണ്? 1 ആണ്. സോ 1 is equal to a plus b into 1 എന്ന് കൊടുക്കാമല്ലേ? സോ 1 is equal to a plus b നമുക്കറിയാലോ, b into 5. അപ്പൊ എന്ത് കിട്ടി മക്കളെ? 1 is equal to a plus 5b. ഐ മീൻ ഇത് 5 ആണ് b അല്ലേ? അപ്പം that's my mistake. ഇവിടെ ഞാൻ കൊടുക്കാം. അപ്പം a plus b ന്റെ വാല്യൂ 5 ആണ്. സോ a plus 5. So this is a plus 5. So you can bring this 5 to this side. 1 minus 5 is equal to a. That is equal to minus 4. കണ്ടോ? അപ്പൊ a ന്റെ വാല്യൂ നമുക്ക് കിട്ടി -4 ആണ് കിട്ടി. കാരണം 1 minus 5 എത്രയാണ്? 1 minus 5 is equal to -4. മനസ്സിലായോ? So a is equal to -4. Okay, a is equal to -4. അപ്പൊ നമുക്ക് എന്തൊക്കെ കിട്ടി? ഇതാണ് ക്വസ്റ്റ്യൻ അല്ലേ? സോ a ന്റെ വാല്യൂ -4 ആണ്. b ന്റെ വാല്യൂ എത്രയാണ്? 5 ആണ്. അപ്പൊ എന്താണ് സം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ? a into n plus 1 by 2 plus bn. n ന്റെ വാല്യൂ നമുക്കറിയാം 25 എന്നറിയാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യൂ ഇതിന്റെ അകത്ത്. that is -4 into 25 into 25 plus 1 എത്ര? 26 divided by 2 plus b into n. b എത്രയാ വരിക? b is 5. so 5 into 25. 5 into 25. കാൽക്കുലേറ്റ് ചെയ്യൂ. ഉത്തരം കാൽക്കുലേറ്റ് ചെയ്യൂ. ഫസ്റ്റ് 25 വാല്യൂസ്. അപ്പോൾ ഉത്തരം പറയൂ എത്രയാണെന്നുള്ളത്, സം എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യൂ. സോ ദിസ് ഈസ് ദി എക്സ്പ്രഷൻ ടു കാൽക്കുലേറ്റ് ദി സം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കത് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാൻ പറ്റും അല്ലേ? സോ -4 into 25 into 26 divided by 2 plus 5 into 25. സോ ഉത്തരം കാൽക്കുലേറ്റ് ചെയ്തെടുക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ ഇതിൻ്റെ അകത്ത് നമ്മൾ ചെറിയൊരു മിസ്റ്റേക്ക് ഞാൻ എന്ത് ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എയും ബിയും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്ത് പോയി. ഓക്കെ, എയും ബിന്റെ വാല്യൂ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്ത് പോയി. ഇക്വേഷനിൽ എയും ബിയും അങ്ങോട്ട് എടുത്തപ്പം നമ്മുടെ ഇക്വേഷൻ നോക്കിക്കേ. എങ്ങനെയാണ് ഇക്വേഷൻ നോക്കുക? എയും ബിയും ഇക്വേഷൻ നോക്കിയേ. എ ഈസ് ഈക്വൽ ടു എക്സ് എൻ ഈസ് ഈക്വൽ ടു
ജനറൽ ടേം അവരെടുത്തേക്കുന്നത് an പ്ലസ് ബി എന്ന് എടുത്തേക്കുന്നത് കണ്ടോ. അപ്പം an പ്ലസ് ബി എന്ന് എടുത്തു. നമ്മളെങ്ങനെയാണ് ജനറൽ ടേം എടുത്തത്? a പ്ലസ് ബി എൻ എന്ന് എടുത്തത്. അപ്പൊ നമ്മുടെ എയും ബിയും അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്യണം. മനസ്സിലായോ? അപ്പൊ എ എന്ന് പറഞ്ഞ സ്ഥാനത്ത് നമ്മുടെ ബി ആണ് കൊടുക്കുക. കൺഫ്യൂഷൻ വേണ്ട കേട്ടോ, കൺഫ്യൂഷൻ വേണ്ട. ഞാൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് നമ്മൾ പഠിച്ച അനുസരിച്ച് ഇക്വേഷൻ പഠിക്കുവാണെങ്കിൽ, ഞാനിവിടെ ആദ്യം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത അനുസരിച്ചാണെങ്കിൽ ഇത് നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്ക് ഫോളോ ചെയ്യുന്ന ഇക്വേഷൻ ആണ് ഞാനിവിടെ പേസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ എൻ്റെയും ബിന്റെയും വാല്യൂ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ എടുത്തപ്പം നമ്മൾ ഇന്റർചേഞ്ച് ചെയ്ത് പോയി. അപ്പോൾ എൻ്റെയും ബിന്റെയും വാല്യൂ നമ്മൾ എന്ത് ചെയ്യുക? അങ്ങോട്ടും ഇങ്ങോട്ടും പ്ലഗ് ഇൻ ചെയ്ത് കൊടുക്കുക. അതായത് ഞാൻ എക്സാമ്പിൾ എടുത്ത് ചെയ്യാം. എക്സാമ്പിൾ എടുത്ത് തന്നെ ഞാൻ ചെയ്യാം. എന്തായിരുന്നു നമ്മുടെ എക്സാമ്പിൾ? 11, 22, 33 അല്ലേ? 11, 22, 33 എന്നായിരുന്നു ക്വസ്റ്റ്യൻ. അപ്പോൾ ആദ്യത്തെ ഇക്വേഷൻ തന്നെ ചെറിയൊരു ഭാഗം നമുക്ക് പറ്റിയിട്ടുണ്ട്. 11, 22 and 33 അല്ലേ? So what is the common difference? What is the common difference between this? Common difference is basically B അല്ലേ? Common difference എത്രയാണ്? 11. What is the common difference between 22 and 33? That is also 11. അപ്പോൾ നമ്മുടെ വാല്യൂ ബി എത്രയാണ്? ബി ഈസ് ഈക്വൽ ടു 11. അതിനൊന്നും ഒരു കുഴപ്പമില്ല, അതൊന്നും ഒരു കുഴപ്പമുള്ള കാര്യമല്ല. നമുക്ക് എന്റെ വാല്യൂ എത്ര കിട്ടി? 10 തന്നെ കിട്ടിയായിരുന്നു. 10 അല്ല, 0 കിട്ടിയായിരുന്നു. അപ്പൊ ഈ സമ്മിനുള്ള ഇക്വേഷനിലാണ് നമ്മൾ മാറ്റം വരുത്തുന്നത്. നമ്മൾ പഠിക്കേണ്ട ഇക്വേഷൻ ഇങ്ങനെ പഠിച്ചാൽ മതി. ടെക്സ്റ്റ് ബുക്ക് ഫോളോ ചെയ്യാതെ ഞാൻ ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഇക്വേഷനിൽ നമുക്ക് എയും ബിയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാൽ മതി. എന്താ സംഭവം? ദാറ്റ് ഈസ് ഈക്വൽ ടു ബി ഇൻറ്റു n ഇൻറ്റു n പ്ലസ് 1 എന്നാക്കുക കേട്ടോ. സോ ബി ഇൻറ്റു n ഇൻറ്റു n പ്ലസ് 1 അങ്ങനെ ആക്കിയാൽ മതി. സോ ബി ഇൻറ്റു n ഇൻറ്റു n പ്ലസ് 1 ബൈ 2 പ്ലസ് എ എൻ എന്നാക്കിയാൽ മതി. അപ്പൊ സം കണ്ടുപിടിക്കാൻ എന്തായിരിക്കും ഇക്വേഷൻ? സം എത്രയാ വരുന്നത്? ബി കിട്ടി നമുക്ക് 11 ഇൻറ്റു n എത്രയാ? 25 ഇൻറ്റു 26 ബൈ 2. സോ 11 ഇൻറ്റു 25 ഇൻറ്റു 26 ബൈ 2. ഇത് എത്രയായി പോവും? എന്റെ വാല്യൂ എത്രയാ? 0. എന്നിന്റെ വാല്യൂ എത്ര? 25. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ സം കിട്ടി. അപ്പൊ എത്ര വരുന്നത്? 11 ഇൻറ്റു 25 ഇൻറ്റു 26 ബൈ 2. ഓക്കെ. അപ്പൊ അവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, നമ്മൾ ആദ്യം ചെയ്തപ്പം ആ എയും ബിയും അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ നമ്മുടെ ഇക്വേഷനിൽ വന്ന ഒരു കൺഫ്യൂഷൻ ആണ്. അപ്പൊ നിങ്ങൾ എയും ബിയും ഞാനത് തിരുത്തി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോ കണ്ട് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഒന്നോടെ പോസ് ചെയ്ത് നിങ്ങൾ നോക്കുക കേട്ടോ. സോ 11 ഇൻറ്റു 25 ഇൻറ്റു 11 into 25 into 26 divided by 2 കേട്ടോ. അപ്പൊ അതിന്റെ സം വരുന്നത് 3575. ആദ്യത്തെ 25 ടേമിന്റെ സം എന്ന് പറഞ്ഞാൽ വരുന്നത് 11 into 25 into 26 divided by 2 and that will give you 3725. മനസ്സിലായോ? ഒരു ക്വസ്റ്റ്യൻ കൂടെ ഞാൻ ചെയ്യാം. അപ്പൊ ആ കൺഫ്യൂഷൻ ക്ലിയർ മനസ്സിലാവും. കറക്റ്റ് ആയിട്ട് എന്റെ ഉത്തരം കിട്ടും. എത്രയത്? 1, 6, 11. സോ വാട്ട് ഈസ് ദ കോമൺ ഡിഫറൻസ്? കോമൺ ഡിഫറൻസ് 6 minus 1, that is 5 അല്ലേ? ഇതിന്റെ ഡിഫറൻസ് എത്രയാ? 5 ആണ്. 11 minus 6 5 ആണ്. ബിന്റെ വാല്യൂ 5 ആണ്. ഇനി എന്ത് വേണം? എ കണ്ടുപിടിക്കണം അല്ലേ? അപ്പൊ എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? എ പ്ലസ് എൻ ബി അല്ലേ? അങ്ങനെയാണ് നമ്മള് ജനറൽ എക്സ്പ്രഷൻ എടുത്ത് എ പ്ലസ് എൻ ബി. അപ്പൊ എ പ്ലസ് എൻ ബിക്ക് എന്താണ് ഇക്വേഷൻ? That is the nth term. മനസ്സിലായോ? ഫസ്റ്റ് ടേം എത്രയാണ്? 1 ആണ്. സോ എ പ്ലസ് 1 ഇൻറ്റു ബി ഈസ് ഈക്വൽ ടു 1. സോ എ പ്ലസ് ബി നമുക്ക് കിട്ടി അല്ലേ? സോ 1 ഇൻറ്റു 5 ദാറ്റ് ഈസ് ഈക്വൽ ടു 1. സോ എ പ്ലസ് 5 ഈസ് ഈക്വൽ ടു 1 ഓർ എ ഈസ് ഈക്വൽ ടു 1 മൈനസ് 5 ദാറ്റ് ഈസ് ഗോയിങ് ടു ബി മൈനസ് 4. നേരത്തെ കിട്ടിയതാ, ഞാൻ ഒന്നുകൂടെ ചെയ്യുന്നുള്ളൂ. That is equal to -4. So a ന്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടി? -4 അല്ലേ? അപ്പൊ ഞാൻ ഈ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ എടുത്തത് നമുക്ക് പേ കിട്ടി. a is -4 and b is what? b is 5. നമ്മുടെ ഇക്വേഷൻ എന്താണ്? സം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇങ്ങനെ പഠിച്ചാൽ മതി ഇക്വേഷൻ കേട്ടോ. നമ്മുടെ ഇക്വേഷൻ എന്താണ്? സമ്മിനുള്ള ഇക്വേഷൻ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ഇക്വേഷൻ ഫോളോ ചെയ്യുവാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സൈൻ മാറിപ്പോവും. സമ്മിനുള്ള ഇക്വേഷൻ എന്താണ്? ഇക്വേഷൻ is going to be b into n into n plus 1 കേട്ടോ. സോ b into n into n plus 1 divided by 2 plus a into n കേട്ടോ. ഇതാണ് ഇക്വേഷൻ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, പ്ലഗ് ഇൻ ചെയ്യുക എല്ലാ വാല്യൂസും. b ന്റെ വാല്യൂ 5 ആണ്. സോ 5 into n, how many times are there? 25 into 26 by
plus minus 4 into 5. Minus 4 into 5 അല്ലല്ലോ, എത്രയാണ് n-ന്റെ വാല്യൂ എത്ര? 25. സോ minus 4 into 25. ഓക്കെ, അപ്പൊ എന്തായിരുന്നു ഉത്തരം വരുന്നത്? നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് പ്ലഗ് ഇൻ ചെയ്യുവാണെങ്കിൽ ഉത്തരം വരിക that is going to be 5 into 25 into 26 by 2 plus a was what? Minus 4 into n is 25. Calculate you. So 5 into, ഞാനും calculate ചെയ്ത് നിങ്ങളും calculate ചെയ്യുക parallelly. 5 into 25 into 26 divided by 2 plus minus 4 into 25. ഉത്തരം, ഇതിന്റെ ഉത്തരം വരുന്ന 1525. സോ 1525. ഇതാണ് ഇതിന്റെ സം കിട്ടുക, 1525. ഇതാണ് ഇതിന്റെ ഉത്തരം കേട്ടോ. അപ്പൊ ഇതാണ് സം കണ്ടുപിടിക്കാനുള്ളത്. അപ്പൊ സം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? ഞാൻ ഒന്നുകൂടെ സമ്മറൈസ് ചെയ്യാം. അപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു എന്നാ, എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചത്? സമ്മറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു നമ്മൾ പഠിച്ചത്? നമ്മൾ സീക്വൻസിനെ കുറിച്ച് ഒരു ഐഡിയ പറഞ്ഞു. പിന്നെ സീക്വൻസിന്റെ അകത്ത് ഒരു സെറ്റ് ഓഫ് പാറ്റേണിലാണ് ഇക്വേഷൻ ഫോളോ ചെയ്യുക. പിന്നെ പഠിച്ച കാര്യം എന്താണ്? അതിൻ്റെ അകത്ത് ഒരു സ്പെസിഫിക് എക്സാമ്പിൾ ആണ് അരിത്തമെറ്റിക് സീരീസ്. എന്താ ഈ അരിത്തമെറ്റിക് സീരീസിന്റെ പ്രത്യേകത? അതിന്റെ കോമൺ ഡിഫറൻസ് എപ്പോഴും, അതിന്റെ ഡിഫറൻസ് ബിറ്റ്വീൻ ടു കോൺസിക്യൂട്ടീവ് ടേംസ് എപ്പോഴും എത്രയായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. അങ്ങനെ കോൺസ്റ്റന്റ് ആണെങ്കിൽ മാത്രമേ നമ്മൾ അതിനെ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുള്ളൂ. കോൺസ്റ്റന്റ് അല്ലെങ്കിൽ അത് അരിത്തമെറ്റിക് സീക്വൻസ് അല്ല. ഇനി അതിന്റെ ജനറൽ ടേം എന്താണ്? a plus nb. മനസ്സിലായോ? ജനറൽ ടേം എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടുപിടിക്കുന്നത് a plus nb ആണ് കേട്ടോ. അപ്പൊ എയും ബിയും നമ്മൾ ഇക്വേഷൻ ഇക്വേറ്റ് ചെയ്ത് കണ്ടുപിടിക്കണം. ജനറൽ ടേം എന്ന് പറഞ്ഞാൽ a plus nb. പിന്നെ നമ്മൾ സം ഓഫ് ടേംസ്, നമുക്ക് ചെറിയൊരു കൺഫ്യൂഷൻ പറ്റിയായിരുന്നു. നിങ്ങളുടെ ആ ഇക്വേഷൻ നമ്മൾ ഇങ്ങനെ പഠിക്കുക, സം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഐ റിപ്പീറ്റ്, കൺഫ്യൂഷൻ വേണ്ട. എന്താണ് സം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ? b into n into n plus 1. അങ്ങനെ പഠിച്ചാൽ മതി കേട്ടോ. സോ b into n into n plus 1 by 2 plus a. ഇതാണ് സമ്മിനുള്ള ഇക്വേഷൻ ആയിട്ട് പഠിക്കുക. ഓക്കെ, അപ്പം ഇതാണ് സം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. നമ്മൾ 2-3 പ്രോബ്ലം ചെയ്ത് നോക്കിയായിരുന്നു. അപ്പോ ഈ ക്വസ്റ്റ്യൻസ് ചെയ്ത് നിങ്ങൾ നന്നായിട്ട് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കുക. കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ എന്താണെങ്കിലും നിങ്ങൾ ചോദിച്ചിരിക്കണം കേട്ടോ. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. സം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തു അല്ലേ? ഡിറൈവ് അല്ല, നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. b into n into n plus 1 by 2. ആദ്യം പഠിപ്പിച്ച a into n into n plus 1 എന്നാണ്. അങ്ങനെയാണ് സ്ലൈഡിൽ കിടക്കുന്നത്. പക്ഷെ അത് S.C.E.R.T ടെക്സ്റ്റ് ബുക്ക് ഫോളോ ചെയ്യുന്നതാണ്, ഇക്വേഷൻ ആണ്. അത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് മാറ്റി എഴുതുന്നവർക്ക് തെറ്റൊന്നുമില്ല. പക്ഷെ നമ്മൾ ആ എയും ബിയും കറക്റ്റ് ആയിട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെങ്കിലേ ഉത്തരം കിട്ടുള്ളൂ. അതുകൊണ്ട് ഇങ്ങനെ പഠിക്കുക. എന്താണ് ഇക്വേഷൻ? S is equal to സം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ b into n into n plus 1 by 2 plus a into n. A and b are constants that we obtained from the general term. Okay, so that's all about a short summary about arithmetic sequence. If you want more questions to solve, you just drop as comments as these questions. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് വേണോ അത് ഞാൻ വീഡിയോ ആയിട്ട് സോൾവ് ചെയ്ത് തരാം കേട്ടോ. ശരി, അപ്പോൾ ഇന്നത്തേക്ക് നമുക്ക് ഈ വീഡിയോ നമുക്കിപ്പോൾ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ എൻ്റെ ഇമെയിലിൽ നിങ്ങൾക്ക് അയക്കാം, അല്ലെങ്കിൽ ഫേസ്ബുക്ക് പേജിലോ ഇൻസ്റ്റാഗ്രാമിലോ ഒക്കെ നിങ്ങൾക്ക് എന്നെ ഫോളോ ചെയ്യുവാണെങ്കിൽ എൻ്റെ അപ്ഡേറ്റ്സ് കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ താങ്ക് യു.